ഹായ് ഓൾ, വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് എക്സാം ഉണ്ടായിരുന്നല്ലേ ക്ലാസ് 8-ന്. ഇന്ന് എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിനി നാളെ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സാം ആണ്. നമ്മുടെ ഓണം എക്സാമിൻ്റെ ലാസ്റ്റ് 1 ആണ് നാളെ തുടങ്ങാൻ പോകുന്നത് അല്ലേ? ഓക്കെ, അതിന് മുൻപ് നമുക്ക് ഇന്നത്തെ സോഷ്യലിൻ്റെ റിവിഷനാണ് മിസ്സ് വന്നിരിക്കുന്നത്. റിവിഷനിൽ നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ നോക്കാനുണ്ട്. അതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഒന്ന് വേഗം ജോയിൻ ചെയ്ത് ഈ ലിങ്കൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും പഠിക്കണ്ടേ? നാളത്തെ എക്സാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങടെ പോകുന്നത്? വെക്കേഷൻ ആണല്ലേ, 10 ദിവസം നമുക്ക് വെക്കേഷനാണ്. സോ അതിന് മുൻപ് നമ്മുടെ ലാസ്റ്റ് എക്സാമും കൂടി നമുക്കൊന്ന് നന്നായിട്ട് റിവൈസ് ചെയ്ത് അതിനും ഫുൾ മാർക്ക് വാങ്ങണം, വേണ്ടേ? സോ നമ്മുടെ ക്ലാസ് 8-ൻ്റെ സോഷ്യൽ സയൻസ് റിവിഷനാണ് മിസ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് ആദ്യം ഒന്ന് എക്സാം പാറ്റേൺ ഒന്ന് നോക്കാം അല്ലേ? കാരണം നിങ്ങൾ കഴിഞ്ഞ വർഷം 7th-ലായിരുന്നു. 7th-ൽ നമുക്കറിയാം ആക്ടിവിറ്റി മെത്തേഡിലാണ് ക്ലാസ് എടുത്തത്. പക്ഷെ ഇപ്പം നമ്മൾ എങ്ങനെയാണ്? ആക്ടിവിറ്റി മെത്തേഡിലല്ല നമുക്ക് എക്സാം പോകുന്നത്. എക്സാം എങ്ങനെയാണ്? മാർക്ക് ബേസിസിലാണ്. ഓരോ സെക്ഷൻ വൈസ് തിരിച്ച് നമുക്ക് എസ്സേ പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. സോ നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരാം അല്ലേ? നമ്മൾ ആക്ടിവിറ്റി മെത്തേഡ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിൽ നിന്ന് ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ മൈൻഡിൽ നിന്നും കൂടി എടുത്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരുന്നത്. സോ ഇത്തവണ നമ്മൾ 8th ഹൈസ്കൂൾ സെക്ഷനായി നമ്മൾ ടെക്സ്റ്റ് നന്നായിട്ട് റിവൈസ് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ, നന്നായിട്ട് നമുക്ക് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം പാറ്റേൺ ഒന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് സെക്ഷൻ എന്നൊന്നും പറഞ്ഞായിരിക്കില്ല, അല്ലാതെ തന്നെ അത് എങ്ങനെയായിരിക്കും? ആൻസർ എനി 5 ഫ്രം ക്വസ്റ്റ്യൻസ് 1 to 6 ഈച്ച് ക്യാരീസ് 2 സ്കോർ, അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 to 6 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ആൻസർ ചെയ്യണം. എത്രയായിരിക്കും സ്കോർ? 2 സ്കോർ ആയിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ആൻസർ ഇനി 4 ഫ്രം ക്വസ്റ്റ്യൻ 7 to 11 വരെയുള്ളതിൽ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം? 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ആൻഡ് ഈച്ച് ക്യാരീസ് 3 സ്കോർ. ആൻഡ് ദ നെക്സ്റ്റ് സെഷൻ ആൻസർ ഇനി 2 ഫ്രം ക്വസ്റ്റ്യൻസ് 12 to 14 വരെയുള്ളതിൽ എത്ര ആൻസർ ചെയ്യണം? 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ആൻഡ് ഈച്ച് ക്യാരീസ് 4 scores. And the last section എന്ന് പറയുന്നത് റൈറ്റ് ഇനി 2 ഫ്രം ക്വസ്റ്റ്യൻസ് 15 to 17 വരെ ഉള്ളതിൽ ഏതെങ്കിലും 2 എണ്ണം ആൻസർ ചെയ്യുക. ഈച്ച് ക്യാരീസ് 5 സ്കോർ. ഇതാണ് നിങ്ങളുടെ എസ്സേ ആയിട്ട് വരിക. 5 സ്കോർ ആയിരിക്കും നിങ്ങളുടെ എസ്സേ മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ടോട്ടൽ സ്കോർ എത്രയാണ്? സോഷ്യൽ നമുക്ക് 40-ലാണ്. ആൻഡ് 1.5 hours ഉള്ളൂ. എളുപ്പമായിരിക്കും, പക്ഷെ എന്നാൽ നമ്മൾ ഈ ടൈമിൽ വെച്ചിട്ട് നമ്മൾ എഴുതി നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സിലേക്ക് പോവാം. എല്ലാവരും ഫ്രണ്ട്സിന് നമ്മുടെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടൊക്കെ പോവാം. ഓക്കെ, അപ്പം നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് 8-ന്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ചാപ്റ്റർ ഏർലി ഹ്യൂമൻ ലൈഫ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ റിവർ വാലി സിവിലൈസേഷൻ. തേർഡ് ചാപ്റ്റർ ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട്. ആൻഡ് ദ ഫോർത്ത് ചാപ്റ്റർ ഇസ് അവർ ഗവൺമെൻറ്. ദീസ് ആർ ദ എക്സാം പോർഷൻസ്. സോ മിസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. നമുക്കറിയാം നമ്മുടെ 4 ചാപ്റ്റേഴ്സിൽ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കും, നന്നായിട്ട് പഠിക്കുക. എന്ന് വെച്ചാൽ 4 പഠിക്കരുതെന്നല്ല, പഠിക്കണം. പക്ഷെ എന്താണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മിസ് പ്രീവിയസ് ഇയർ ഒക്കെ നോക്കിയാൽ പോലും നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ്, ഇനി കൂടുതൽ വന്നാൽ നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതൊന്ന് മേക്കപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ചാപ്റ്റർ 1 ഏതാണ്? ഏർലി ഹ്യൂമൻ ലൈഫ്. ഏർലി ഹ്യൂമൻ ലൈഫിൽ എന്തൊക്കെ പറയുന്നതെന്ന് മിസ് ഒന്ന് പറയാം. ജസ്റ്റ് ഷോർട്ടായിട്ട് കുറച്ച് കണ്ടന്റ് നമുക്ക് പറഞ്ഞു പോയിട്ട് ദെൻ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് 1 നോക്കിയേ. ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് നമ്മൾ പഠിക്കുന്നത് സ്റ്റോൺ ഏജിനെ കുറിച്ചിട്ടാണ്. എന്താണ് സ്റ്റോൺ ഏജ്? ദ ഏജ് ഇൻ വിച്ച് മാൻ യൂസ്ഡ് സ്റ്റോൺ ടൂൾസ് ആൻഡ് വെപ്പൺസ് ഈസ് നോൺ ആസ് സ്റ്റോൺ ഏജ്. എന്തായിരിക്കും സ്റ്റോൺ ഏജ്? വിച്ച് മാൻ യൂസ്ഡ് സ്റ്റോൺ ടൂൾസ്. സ്റ്റോൺ ടൂൾസും വെപ്പൺസും യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റോൺ ഏജ് എന്ന് പറയുക. ആൻഡ് ദ സ്റ്റോൺ ഏജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 4. 4 സ്റ്റോൺ ഏജിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വിച്ച് ആർ ദ 4 ഡിവിഷൻസ്? പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് ആൻഡ് ചാൽക്കോലിത്തിക് ഏജ്. ദീസ് ആർ ദ 4 ഡിവിഷൻസ്. ആൻഡ് ഈ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത് സ്റ്റോൺ ഏജും ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഫ്രം സ്റ്റോൺ ഏജ് ടു മെറ്റൽ ഏജ് ആണ്. നമ്മൾ മെയിനായിട്ട് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് ഈ 3 എണ്ണമാണ്. ഓക്കെ, ഇനി ഇത് എന്തൊക്കെയാണെന്നൊന്ന് മിസ് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു തരാം. ഏതൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിൽ എന്തൊക്കെയാണ്? ദേ യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്. റഫ് സ്റ്റോൺ ടൂൾസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. റഫ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആയിരിക്കും. ദെൻ കേവ് പെയിൻറ്റിങ്സ് വെയർ ഡ്രോൺ. എന്താണ് അവരുടെ മെയിൻ ടൈം സ്പെൻഡിങ് എന്ന് പറയുന്നത്? കേവ് പെയിൻറ്റിംഗ് ആണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ കേവ് പെയിൻറ്റിങ്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പിക്ചേഴ്സ് ആണ് മിസ് ഇത് ഇവിടെ മിസ്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്.
Then cave paintings were drawn. They hunted animals. അവർ അനിമൽസിനെ ഹണ്ട് ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ദെൻ ഡിഫറെൻറ്റ് കളേഴ്സ് വെയർ യൂസ്ഡ് ഇൻ ദ കേവ് പെയിൻറ്റിങ്സ്. കേവ് പെയിൻറ്റിങ്സിൽ നമ്മളൊക്കെ ഇപ്പോൾ ക്യാൻവാസിലൊക്കെ പിക്ചർ വരയ്ക്കുമ്പോൾ എന്താ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യാറുണ്ടല്ലേ. പക്ഷെ പണ്ടത്തെ ആൾക്കാർ കളേഴ്സ് യൂസ് ചെയ്യായിരുന്നു. അതെങ്ങനെയാണ് ആ കളേഴ്സ് ഉണ്ടാക്കിയത്? ദ കളേഴ്സ് വെയർ മെയ്ഡ് ഫ്രം മിക്സ്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ് എക്സ്ട്രാക്ട് ആൻഡ് പൗഡേർഡ് ലാട്രേറ്റ്. അതായത് പ്ലാന്റ്സിൻ്റെ എക്സ്ട്രാക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ഈ കളറ് മേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ അനിമൽ ഫാറ്റ് വാസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ഫോർ ലൈറ്റിംഗ് ഇൻ ദി കേവ്സ് വെയർ സൺലൈറ്റ് വാസ് ഇൻസഫിഷ്യൻറ്റ്. കേവ്സിൻ്റെ അകത്ത് നമുക്കറിയാം സൺലൈറ്റ് പോയി കഴിഞ്ഞാൽ വെട്ടം ഉണ്ടാവില്ല അല്ലേ. അപ്പം വെട്ടത്തിന് വേണ്ടി അവർ എന്താണ് യൂസ് ചെയ്തിരുന്നത്? ലൈറ്റിന് വേണ്ടി അവർ യൂസ് ചെയ്തത് അനിമൽ ഫാറ്റ് ആണ്. അനിമൽ ഫാറ്റ് ദേ യൂസ്ഡ് ആസ് എ ഫ്യൂവലായിട്ട് അനിമലിൻ്റെ ഫാറ്റ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ തീ കത്തിച്ച് വെട്ടത്തിൻ്റെ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് നമ്മുടെ ഏജ് ആണ് ഏത്? മെസോലിത്തിക് ഏജ്. മെസോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ എന്താ? ദ പീരീഡ് ഇൻ വിച്ച് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ് വെയർ യൂസ്ഡ് ഈസ് നോൺ ആസ് മെസോലിത്തിക് ഏജ്. എന്താണ് മെസോലിത്തിക് ഏജ്? സ്മോൾ സ്റ്റോൺ ടൂൾസ്. ഇതാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. പാലിയോലിത്തിക് ഏജിൽ നമ്മൾ റഫ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു. ഇവിടെ നമ്മൾ സ്മോൾ സ്റ്റോൺ ടൂൾസ് ആയിരിക്കും വിത്ത് ഷാർപ്പ് പോയിന്റ്. നല്ല ഷാർപ്പ് പോയിന്റ് ആയിരിക്കും. എഡ്ജ് എന്ന് പറയുന്നത് നല്ല ഷാർപ്പായിരിക്കും. ഓക്കെ. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഹണ്ടിങ് ബിക്കെയിം എക്സ്റ്റെൻസീവ് ഇൻ ദി മെസോലിത്തിക് ഏജ്. മെസോലിത്തിക് ഏജിൽ മെയിനായിട്ട് എന്തായിരുന്നു? യെസ് ഓഫ് കോഴ്സ് ഹണ്ടിങ്. ദെൻ ദേ എയ്റ്റ് എഡിബിൾ ഗ്രാസ്. അവർ വേറെ എന്തൊക്കെ കഴിച്ചിട്ടുണ്ട്? എഡിബിൾ ഗ്രാസ് കഴിക്കും, ഡോൾഫിൻ, ഓട്ടർ, വെയിൽ, ഫിഷസ് എക്സെട്ര. ഇതൊക്കെയാണ് അവരുടെ ഫുഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒന്ന് നോക്കിയാലോ? നിയോലിത്തിക് ഏജ്. എന്താണ് നിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ? ദ പീരീഡ് വെയർ യൂസ്ഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യുന്നതാണ് ഏത്? നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കിയാൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ വാസ് ദ മേജർ പ്രോഗ്രസ് ഇൻ ദിസ് പീരീഡ്. എന്താണ്? കൾട്ടിവേഷൻ്റെ ബിഗിനിങ് ആണ് ഏത് ഏജിൽ? നിയോലിത്തിക് ഏജിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഏജിലും എന്താണ്? ഫുഡ് ഗ്യാദറിങ് ആണ്. അവർ ഹണ്ടിങ് ആണ് ചെയ്യുന്നത്. അതിലൂടെയാണ് ഫുഡ് കഴിക്കുന്നത്. ബട്ട് നിയോലിത്തിക് ഏജിൽ ദേ സ്റ്റാർട്ടഡ് കൾട്ടിവേഷൻ. Then the change from food gathering to food production. Food gathering നിന്ന് എന്തായി? ഫുഡ് ഗ്യാദറിങ്, ഫുഡ് കളക്ട് ചെയ്യുന്നതിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലേക്ക് മാറ്റി. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങി. Then the man began to cultivate and settle down in the river valleys. കൾട്ടിവേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? അവിടെ നമുക്ക് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കണം. പണ്ട് കാലത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് താമസിക്കും, ദെൻ കുറച്ച് കഴിഞ്ഞ് വേറെ സ്ഥലത്തേട്ട് പോകും. പക്ഷേ ഈ നിയോലിത്തിക് ഏജിൽ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൾട്ടിവേറ്റ് ചെയ്ത സ്ഥലത്തിൻ്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവർ ഡെയിലി പെർമനൻ്റ് ആയിട്ട് സെറ്റിൽഡ് ആവണം. സോ സെറ്റിൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് ഏത് ഏജിലാണ്? നിയോലിത്തിക് ഏജിലാണ്. Then this changes in human life is termed as Neolithic revolution. ഈ ഹ്യൂമൻ ലൈഫിൽ ഈ ചേഞ്ചസ് വന്നില്ലേ? അതായത് ഫുഡ് ഗ്യാദറിങ്ങിൽ നിന്ന് ഫുഡ് കൾട്ടിവേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഈ ചേഞ്ചിനെയാണ് നമ്മൾ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് പറയുക. ദിസ് വേർഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ വേർഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഗോർഡൻ ചൈൽഡ്. ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്ന ആളാണ് എന്ത്? ഈ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് പറയുന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അത് മേ ബി 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. ദെൻ the last stage ആണ് ഏത്? ചാൽക്കോലിത്തിക് ഏജ്. നോക്കിയേ, ദ ട്രാൻസിഷൻ പീരീഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് ടു ദി മെറ്റൽ ഏജ്. എന്താണ് ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്? മിസ് പറഞ്ഞു, സ്റ്റോൺ ഏജിൽ നിന്ന് മെറ്റൽ ഏജിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ഏത്? ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കിയാലോ? ഇൻ അഡീഷൻ ടു ദി സ്റ്റോൺ ടൂൾസ് ദ പീപ്പിൾ ഓഫ് ദിസ് പീരീഡ് ഓൾസോ മെയ്ഡ് കോപ്പർ ടൂൾസ്. എന്താണ്? സ്റ്റോൺ ടൂൾസിനോടൊപ്പം തന്നെ അവരെന്തുകൂടി മെയ്ഡ് ചെയ്തു? കോപ്പർ ടൂൾസും കൂടി മേക്ക് ചെയ്യാൻ തുടങ്ങി. Then ancient forms of urban settlement existed. എന്താണ്? അർബൻ സെറ്റിൽമെൻറ്റ്. പണ്ട് കാലത്ത് അർബൻ സെറ്റിൽമെൻ്റ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. Then the huts were built using mud bricks. ചെളിക്കട്ടകളില്ലേ? മഡ് ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? അവർ ഹട്ടൊക്കെ ബിൽഡ് ചെയ്തിരുന്നത്. Then pictures were drawn on the walls of hut. എന്താണ്? പിക്ചേഴ്സ് ഒക്കെ അവർ ഡ്രോ ചെയ്തിരുന്നത് എവിടെയാണ്? ഹട്ടിൻ്റെയൊക്കെ വോൾസിലാണ് പിക്ചേഴ്സ് അവർ ഡ്രോ ചെയ്തിരുന്നത്. Then വീറ്റ് ആൻഡ് ബാർലി വേർ കൾട്ടിവേറ്റഡ്. അവരുടെ മെയിൻ കൾട്ടിവേഷൻ എന്താണെന്നാണ് പറയുന്നത്? വീറ്റ് ആൻഡ് ബാർലി. വീറ്റും ബാർലിയാണ് അവരുടെ മെയിൻ കൾട്ടിവേഷൻ ക്രോപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഹൗസസ് വിത്ത് ഓവൻസ് വേർ ബിൽഡ് ഓഫ് മഡ് ബ്രിക്സ്.
ഹൗസസിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. എന്താണ്? ഹൗസസ് വിത്ത് ഓവൻസ്. ഓവൻസ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹൗസസ് എങ്ങനെയാണ് അവർ ബിൽഡ് ചെയ്യുന്നത്? ബിൽഡ് ഓഫ് മഡ് ബ്രിക്സ്. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ സെക്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് മിസ് ചെറിയൊരു ബ്രേക്ക് പോയിട്ട് വരെ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, വെൽക്കം ബാക്ക്. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, മിസ് അതൊന്ന് സോൾവ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ നമുക്ക് ബാക്ക് ടു ക്ലാസ്, നമ്മുടെ റിവിഷനിലേക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് ഡിസ്കഷൻ സെക്ഷനിലാണ്. ഡിസ്കഷൻ നോക്കുക, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ പോയിന്റ് ഔട്ട് എനി 2 reasons ഫോർ ദ ചേഞ്ച് ഓഫ് ഹ്യൂമൻസ് ഫ്രം ഫുഡ് ഗ്യാതറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദി നിയോലിത്തിക് ഏജ്. ഇത് ഫസ്റ്റ് ടൈം 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ സ്റ്റാർട്ടിങ് മുതൽ എന്താണ്, ഹണ്ടിങ് ആണ് ചെയ്യുന്നത്, ഫുഡ് ഗ്യാതറിംഗ് ആണ്. ദെൻ അവിടുന്ന് ഫുഡ് പ്രൊഡക്ഷനിലേക്ക് മാറുന്നത് ഏത് ഏജിലാണ്? നിയോലിത്തിക് ഏജിലാണ്. സോ അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടായിരിക്കും ബാക്കി ഏജിലേക്ക് ഫുഡ് ഗ്യാതറിംഗ് ചെയ്ത് പിന്നെ ഫുഡ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്? അതൊന്നും നമുക്ക് നോക്കിയാലോ. ഒരു സിമ്പിൾ ആൻസർ ആണ്. എന്താണ് ആൻസർ? എൻവയോൺമെന്റൽ ചേഞ്ചസ്. ഹണ്ടിങ് എപ്പോഴും അവർക്ക് ചെയ്യാൻ പറ്റും, എൻവയോൺമെന്റിലെ സീസൺസ് ഒക്കെ മാറാം. സോ വെതർ കണ്ടീഷൻസ് ഒക്കെ ഒരു പ്രോബ്ലം ആയിട്ട് വരും. സോ എൻവയോൺമെന്റൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഹണ്ടിങ് നിർത്തി, അതായത് ഫുഡ് ഗ്യാതറിംഗ് നിർത്തി ഫുഡ് പ്രൊഡക്ഷനിലേക്ക് മാറാനുള്ള ഒരു റീസൺ ആണ്. ദെൻ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്. എന്താ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ ക്ഷാമം, അതായത് ഫുഡ് കിട്ടാതിരിക്കുക. ഫുഡ് എന്ന് നമ്മൾക്ക് അറിയാം, ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത് നേച്ചറിലുള്ള ഫുഡാണ്. സോ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ എല്ലാവർക്കും വേണ്ട ഫുഡ് ചിലപ്പോൾ ഫുഡ് ഗ്യാതറിങ്ങിൽ പോസിബിൾ അല്ല. അതാണ് നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത്. ദെൻ ദ തേർഡ് റീസൺ ഈസ് പോപ്പുലേഷൻ ഗ്രോത്ത്. എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്? ആളുകളുടെ എണ്ണം അല്ലേ. ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ ഫുഡ് ഗ്യാതറിങ്
ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇമ്പോസിബിൾ ആണല്ലേ. നമുക്ക് ഇത്രയും പേർക്കുള്ള ഫുഡ് നമ്മൾ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. സോ ദീസ് ആർ ദ 3 reasons. ഓക്കെ, then next question നോക്കേ. What information do we get about the Chalcolithic age from the evidences discovered from ചാതൽഹോയ്ക്ക് എന്ന് പറയുന്നത്, ഈ ചാതൽഹോയ്ക്ക് എന്ന് പറയുന്നത് ചാൽക്കോലിത്തിക് ഏജിലെ മേജർ സൈറ്റ് ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ആണ് ഇത്. സോ ഈ ചാതൽഹോയ്ക്കിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത്, ഈ ചാൽക്കോലിത്തിക് ഏജിനെ കുറിച്ചിട്ട് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്, അതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഓക്കെ, ഏൻഷ്യൻ ഫോംസ് ഓഫ് അർബൻ സെറ്റിൽമെൻറ്റ് എക്സിസ്റ്റഡ്. നമ്മളത് മിസ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ്. എന്താണ്? അർബൻ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അർബൻ സെറ്റിൽമെൻറ്റ് എക്സിസ്റ്റഡ് ആണ്. ദെൻ ദ മേജർ റെമിനൻസ് discovered here are the ruins of dwelling. അവിടുന്ന് കിട്ടുന്ന അവശിഷ്ടങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ പാർട്സ് അവിടുന്ന് കിട്ടുന്ന? റൂയിൻസ് ഓഫ് ഡ്വെല്ലിംഗ്, കൺസ്ട്രക്ഷൻസിൻ്റെ ഒക്കെ പാർട്സ് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ ദ ഹട്ട്സ് വെയർ ബിൽഡ് യൂസിങ് മഡ് ബ്രിക്സ്. അവരുടെ ഹട്ട്സ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാ? മഡ് ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ്. ദെൻ പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ വോൾസ് ഓഫ് ഹട്ട്സ്. അവരുണ്ടാക്കുന്ന ഹട്ട്സിൻ്റെ ഒക്കെ വോൾസിലാണ്. ഇപ്പോഴത്തെ പോലെ ക്യാൻവാസ് ഒന്നും പണ്ട് നമുക്ക് അവൈലബിൾ അല്ല അല്ലേ. സോ വോൾസിൽ, ഹട്ട്സിൻ്റെ ഒക്കെ വോൾസിലാണ് അവർ പിക്ചേഴ്സ് ഒക്കെ വരച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ. അനലൈസ് ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ഡ്യൂറിങ് ദി നിയോലിത്തിക് ഏജ്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ചാപ്റ്ററിൽ വരാവുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. നമുക്ക് മെയിനായിട്ട് നിയോലിത്തിക് ഏജിലെയും പാലയോലിത്തിക് ഏജിലെയും ടെക്നോളജിക്കൽ പ്രോസസ്സ് പഠിക്കാണ്ട് ഒരു സിമിലർ ആണത് ഏകദേശം, പക്ഷെ നമുക്ക് ചെറിയ പോയിന്റ്സ് ഒക്കെ ഒന്ന് മാറ്റാനുണ്ട്. ഒന്ന് നോക്കിയാലോ. ഷാർപ്ഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെയർ യൂസ്ഡ്. അത് നമ്മൾ പഠിച്ചതാണ്. എന്താണോ നിയോളിത്തിക് ഏജ്, ആ പോയിന്റ് നമുക്ക് ഇവിടെ ഫസ്റ്റ് ആഡ് ചെയ്യാം. അതും അവരുടെ ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്മെന്റ് ആണ്. സോ ഷാർപ്പായിട്ടുള്ള പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ. എന്താണ്? ക്ലേ കൊണ്ട് അവർ പോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഓർണമെന്റ്സ് വെയർ മെയ്ഡ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ. അതായത് എന്താണ്? സ്റ്റോൺസിൻ്റെയും വുഡിൻ്റെയും അനിമൽസിൻ്റെ ബോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ ഓർണമെന്റ്സ് മേക്ക് ചെയ്യാറുണ്ട്. ദ റാഫ്റ്റ്സ് വെയർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. വാട്ടർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? യെസ്, റാഫ്റ്റ് യൂസ് ചെയ്യുന്ന വാട്ടർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി റാഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹുക്സ് വെയർ യൂസ്ഡ് ഫോർ ഫിഷിംഗ്. ഫിഷിങ്ങിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഹാർപൂൺസ് ഒക്കെ അല്ലേ. ഈ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ യൂസ് ചെയ്യുന്ന, അതാണ് ഇവിടെ പറയുന്നത്. ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹുക്ക്, ഫിഷിനെ പിടിക്കുന്ന ഒരു ഹുക്കാണ് അത്. ഇതൊക്കെ അവർ എന്തിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്? ഫോർ ഫിഷിംഗ്. ഇതാണ് നമുക്ക് മറ്റേ നിയോലിത്തിക് ഏജിൻ്റെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്. നിയോലിത്തിക് ഏജിലെ ആളുകൾ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ അഡ്വാൻസ്മെൻറ്റ്, അവരെന്തൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയോലിത്തിക് ഏജിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാലും ഈ പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്താൽ മതി. Then next question, explain the changes occurred during the Neolithic age different from the Paleolithic age based on the given hints. ഇതൊരു മേജർ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ ഫുള്ള് ബൈ ഹാർട്ട് ആക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ടൂൾസ്, ഫുഡ് ഗാദറിംഗ്, അനിമൽ ഹസ്ബൻഡറി, ഒക്യുപ്പേഷൻ ആൻഡ് സെറ്റിൽഡ് ലൈഫ്. ഈ ഹിൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് നിയോലിത്തിക് ഏജ് എങ്ങനെയാണ് പാലിയോലിത്തിക് ഏജിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുക. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബോക്സ് വരയ്ക്കുക. ദെൻ ഇത് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ട് പാലിയോലിത്തിക് ഏജ് എന്നും നിയോലിത്തിക് ഏജ് എന്നും ഹെഡിങ് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ വലിച്ചു വാരി എഴുതാതെ ഒരു ബോക്സിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ നോക്കാനും നിങ്ങൾക്ക് മാർക്ക് കിട്ടാനൊക്കെ സിമ്പിളായിരിക്കും. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കിയാലോ. മിസ് ഇതിൽ 3 ഏജസും കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ്. അപ്പം ലൈവിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക? ഒരു ബുക്കൊക്കെ എടുത്ത് നോട്ട് ചെയ്ത് വെക്കുക. ഈ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, നോക്കാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ടൂൾസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ മിസ് ഇവിടെ പാലിയോലിത്തിക് ഏജും മെസോലിത്തിക്കും നിയോലിത്തിക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3ഉം കമ്പയർ ചെയ്ത് നോക്കാം. ടൂൾസ് എങ്ങനെയാണ്? പാലിയോലിത്തിക് ഏജിൽ എങ്ങനെയാ? യെസ്, റഫ് സ്റ്റോൺ ടൂൾസ് ആണ്. ദെൻ മെസോലിത്തിക്കിൽ വരുമ്പോൾ അത് ഷാർപ്ഡ് സ്മോൾ സ്റ്റോൺ ടൂൾസ് ആയി. നിയോലിത്തിക്കിൽ വരുമ്പോൾ അത് എന്തായി? പോളിഷ്ഡ് ആയി. ഓക്കെ, ദെൻ ഫുഡ് ഗാദറിംഗ് എങ്ങനെയാണ്? പാലിയോലിത്തിക്കിൽ ഫുഡ് ഗാദറിംഗ് ആണ്, മെസോലിത്തിക്കിൽ ഫുഡ് ഗാദറിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നിയോലിത്തിക്കിലോ ഇറ്റ്സ് ഫുഡ് പ്രൊഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അവർ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. അനിമൽ ഹസ്ബൻഡറി. എങ്ങനെയാണ് അനിമൽ ഹസ്ബൻഡറി നടക്കുന്നത്?
അത് പാലിയോലിത്തിക് ഏജിൽ എന്താ നോ റെയറിങ് അനിമൽസ്, അവർ അനിമൽസിനെ ഒന്നും വളർത്തുന്നില്ല, അവരെന്താ നടത്തുന്നത് ഹണ്ടിങ് ആണ്. സോ അനിമൽസിൻ്റെ റെയറിങ് ഒന്നും അവിടെ നടക്കുന്നില്ല. ദെൻ മെസോലിത്തിക് ഏജിലോ ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്, അവരെന്താണ് ഡോഗ്സിനെയൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ദെൻ നിയോലിത്തിക്കിലോ ബിഗാൻ ടു റെയർ അനിമൽസ്, എന്താണ് അവർ അനിമൽസിനെയൊക്കെ വളർത്താൻ തുടങ്ങി. ഓക്കെ. ദെൻ ഒക്യുപ്പേഷൻ എങ്ങനെയാണ്? നമുക്കറിയാം പാലിയോലിത്തിക്കിലും മെസോലിത്തിക്കിലും സെയിം ആണ്, എന്ത് ഹണ്ടിങ് ആണ് ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിയോലിത്തിക്കിൽ എന്തായിരിക്കും, ഹണ്ടിങ് ആണോ? അല്ല, ദേ സ്റ്റാർട്ടഡ് കൾട്ടിവേഷൻ ആൻഡ് അനിമൽ റെയറിങ്, അവരെന്താണ് കൾട്ടിവേഷനും അനിമൽ റെയറിങ്ങും സ്റ്റാർട്ട് ചെയ്തു. ദെൻ ദ ലാസ്റ്റ് വൺ സെറ്റിൽഡ് ലൈഫ് എങ്ങനെയാണ്? അവരുടെ ലൈഫ് എങ്ങനെയാ? പാലിയോലിത്തിക് ഏജിൽ സെറ്റിൽഡ് ലൈഫ് ഉണ്ടോ? ഇല്ല, അവർക്ക് തോന്നുന്ന സ്ഥലത്ത് താമസിക്കും, ദെൻ കുറച്ച് കഴിഞ്ഞ് അവർ വേറെ സ്ഥലത്തേട്ട് പോകും. ഓക്കെ. ദെൻ മെസോലിത്തിക് ഏജിലോ ദേ സ്റ്റാർട്ടഡ് സെറ്റിൽഡ് ലൈഫ്, മെസോലിത്തിക്കിലാണ് അവർ പിന്നെ സെറ്റിൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിയോലിത്തിക്കിലാകുമ്പോഴോ ദേ സ്റ്റാർട്ടഡ് ഓൾസോ സെറ്റിൽഡ് ലൈഫ്. ഇവിടെ നമ്മൾ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് റിവർ വാലീസിൻ്റെ സൈഡിലൊക്കെ സെറ്റിൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ, കാരണം കൾട്ടിവേഷൻ അവർക്ക് നോക്കണ്ടേ. ഓക്കെ. അപ്പം ഈ ബോക്സ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കണം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബോക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് ക്ലിയർ ആകും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയാലോ? ലിസ്റ്റ് ഔട്ട് ദ മേജർ സൈറ്റ്സ് ഓഫ് പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക് ഏജ്. ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മേ ബി നമ്മളിപ്പോൾ മേളിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ് ചാതൽ ഹോയ്ക്കിന്ന് എന്തൊക്കെ ഡീറ്റെയിൽസാണ് കിട്ടുന്നതെന്ന്. അതുപോലെ ഈ 3 ഏജസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത കുറച്ച് സൈറ്റ്സ് ഉണ്ട്. നമുക്കറിയാമല്ലോ പണ്ട് കാലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? എവിഡൻസസിൽ നിന്നാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ള എവിഡൻസസിലൂടെയാണ് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഈ പാലിയോലിത്തിക്കും മെസോലിത്തിക്കും നിയോലിത്തിക് ഏജിനെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. പാലിയോലിത്തിക് സൈറ്റ് ഏതൊക്കെയാണ്? ബിംബേദ്ക, ഇതാണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറ്. മേ ബി മധ്യപ്രദേശിലുള്ള പാലിയോലിത്തിക് സൈറ്റ് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ബിംബേദ്ക ഏത് സ്റ്റേറ്റിലാണെന്നും ചോദിക്കാം. സോ ഇത് നന്നായിട്ട് പഠിക്കുക. ബിംബേദ്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ദെൻ അതിൻ്റെ ഫീച്ചർ എന്താണ്? ബിംബേദ്കയുടെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് റോക്ക് ഷെൽട്ടർ ആണ്, അതായത് കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഷെൽട്ടർ ആണ് ഉദ്ദേശിച്ചത്. ദെൻ നാഗാർജുന കൊണ്ട, ഹങ്സ്കി, കുർണോൾ കേവ്സ്, നർമ്മദ വാലി, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാലിയോലിത്തിക് സൈറ്റ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ബിംബേദ്ക ഓർത്തിരിക്കണം. ദെൻ നെക്സ്റ്റ് മെസോലിത്തിക് സൈറ്റ് ഏതൊക്കെയാണ്? അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ബാഗർ വരുന്നുണ്ട്, ആദംഗഡ്, യൂറോപ്പ് ആൻഡ് വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് വി ഗെറ്റ് ദ എവിഡൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അവിടുത്തെ ഹ്യൂമൻ ലൈഫിനെ കുറിച്ചിട്ടുള്ള എവിഡൻസസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? യൂറോപ്പ് ആൻഡ് വെസ്റ്റ് ഏഷ്യ എന്നാണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെസോലിത്തിക് സൈറ്റ്. ഇത് 3 ഓർത്തിരിക്കാൻ പാടുള്ളവർ 2 എണ്ണമെങ്കിലും എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ. അല്ലെങ്കിൽ ഈ പറയുന്ന സൈറ്റ്സ് ഏതിൽ വരുന്നതാണെന്നെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് നോക്കാം നിയോലിത്തിക് സൈറ്റിൻ്റെ മേജറായിട്ട് ചോദിക്കുന്നത് എടക്കൽ കേവ് ആണ്. കേരളയിൽ വരുന്ന നിയോലിത്തിക് സൈറ്റ് ഏതാണെന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഏതാണ്? എടക്കൽ കേവ് ആണ്. ആൻഡ് വാട്ട് ഈസ് ദ ഫീച്ചർ? എടക്കൽ കേവിൻ്റെ ഫീച്ചേഴ്സ് എന്താ? കേവ് പെയിൻറ്റിങ്. എടക്കൽ കേവ്സിലാണ് ഏറ്റവും കൂടുതൽ കേവ് പെയിൻറ്റിങ്സ് കാണുന്നത്. നിയോലിത്തിക് സൈറ്റ് ആണ് അത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ സ്വിറ്റ്സർലൻഡിലെ ലേക്ക് വില്ലേജ്. ഇതിൻ്റെയൊക്കെ എന്താണ്? റൂയിൻസ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എവിഡൻസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ദെൻ ജെറീക്കോ പലസ്തീൻ, ദെൻ ബർസഹോം, കാശ്മീർ, മെഹർഗഡ്, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് നിയോലിത്തിക് സൈറ്റ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ എടക്കൽ കേവ്സ് പഠിച്ചിരിക്കണം. Then, okay, and the next question, technological advancement in the Paleolithic age. Means Neolithic age technological advancement പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് Paleolithic age മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും നമുക്ക് നോക്കിയാലോ? ഏതൊക്കെയാ? ഹ്യൂമൻ ഫിഗേഴ്സ് വെയർ മോൾഡഡ് ഫ്രം ക്ലേ. അവിടുത്തെ ആൾക്കാർ ഹ്യൂമൻസിൻ്റെ ഫിഗേഴ്സ്, മനുഷ്യന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്തിൽ നിന്ന്? ക്ലേ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്. ദെൻ ഓർണമെൻറ്റ്സ് ഓഫ് ഐവറി, അവരെന്താണ്? ഓർണമെൻറ്റ്സ് മേക്ക് ചെയ്യാറുണ്ട്. എന്തിൻ്റെയൊക്കെ യൂസ് ചെയ്തിട്ട്? ഓർണമെൻറ്റ്സ് ഓഫ് ഐവറി, ബോൺസ്, സ്റ്റോൺസ് ആൻഡ് ഷെൽസ് വെയർ മെയ്ഡ്. അവരെന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ്?
അനിമൽസിൻ്റെ ബോൺസും ഐവറിയും സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓർണമെൻറ്റ്സ് മെയ്ഡ് ചെയ്യാറുണ്ട്. ദെൻ സ്റ്റോൺ സ്റ്റാറ്റ്യൂസ് വെയർ മെയ്ഡ്. എന്താണ് അവർ സ്റ്റോൺ സ്റ്റാറ്റ്യൂസ് കല്ല് യൂസ് ചെയ്തിട്ട് സ്റ്റാറ്റ്യൂസ് പ്രതിമകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ ബോൺസ് ആൻഡ് ഹോൺസ് ഓഫ് അനിമൽസ് ആൻഡ് ഓൺ കേവ്സ് ആൻഡ് റോക്സ്. അവരെവിടെയാണ് പിക്ചേഴ്സ് വരയ്ക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കേവ്സിലും റോക്സിലും അവർ ഓൾറെഡി വരയ്ക്കുന്നുണ്ട്. അല്ലാതെ എവിടെയാണ്? അനിമൽസിൻ്റെ ബോൺസിലും ഹോൺസിലും ഒക്കെ അവരെന്ത് ചെയ്യാറുണ്ട്? പിക്ചേഴ്സ് വരയ്ക്കാറുണ്ട്. ക്ലിയർ അല്ലേ? ഇത് പാലിയോളിത്തിക് ഏജിൻ്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ കുറച്ച് സ്റ്റോൺ ഏജസ് പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ് മിസ് ഒരു ബോക്സിൽ കാണിച്ചു, ദെൻ അതിൻ്റെ സൈറ്റ്സും കാണിച്ചു. ഇതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ദ റിവർ വാലി സിവിലൈസേഷൻ. റിവർ വാലി സിവിലൈസേഷനിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം എന്താണ്, ആ പേരിൽ തന്നെ ഉണ്ട് കുറച്ച് റിവേഴ്സിൻ്റെ സൈഡിൽ എമേർജ് ചെയ്ത സിവിലൈസേഷൻസ്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് നോക്കാം ഹരപ്പൻ സിവിലൈസേഷൻ. എന്താണ്? ദ ഫസ്റ്റ് എവിഡൻസ് ഫോർ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഹരപ്പ. This civilization is also known as Harappan civilization. Harappan civilization എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇൻഡസ് വാലി. ഇൻഡസ് വാലി എന്ന് പറയുന്നിടത്താണ് എവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ഈ ഹരപ്പൻ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആ റിവർ ഓർത്തിരിക്കുക. Then a civilization had existed in the valleys of the river Indus and its tributaries. This civilization came to be known as Indus Valley civilization. എന്താണ്? ഈ പേരിൽ തന്നെ ഉണ്ട്, റിവർ ഇൻഡസിൻ്റെയും അതിൻ്റെ ട്രൈബ്യൂട്ടറീസിൻ്റെ ഒക്കെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ് എന്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പേര് പറയുന്നത്. ദെൻ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മേ ബി 1 മാർക്കിന് ചോദിക്കാം. എന്താണ്? ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആരാണ് ഡയറക്ടർ എന്ന് പറയുന്നത്? സർ ജോൺ മാർഷൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, മേ ബി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാം. ഓക്കെ. ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ടാണ്. ഹരപ്പൻ സിവിലൈസേഷൻ്റെ സിറ്റീസിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കി. 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അതിൻ്റെ ഫസ്റ്റ് ഫീച്ചറാണ് യൂസ് ഓഫ് ഹാർഡ് ബേൺഡ് ബ്രിക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുട്ട് പഴുത്ത ഇഷ്ടികകൾ, അതാണ് അവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഓൾഡ് ബിൽഡിങ്സ് വെയർ ബിൽഡ് ഓഫ് ബേൺഡ് ബ്രിക്സ്. ഈ ബേൺഡ് ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ ബിൽഡിങ്സ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത്. ദെൻ ദ സിറ്റീസ് ഹരപ്പ, മോഹൻജദാരോ ആൻഡ് ലോതൽ ഓൾ ഹാഡ് 2 പാർട്സ്. നമ്മളിപ്പോൾ പറയുന്ന ഈ ഹരപ്പ, മോഹൻജദാരോ, ലോതൽ എന്നൊക്കെ പറയുന്നിടത്ത് എന്തുണ്ട്? 2 പാർട്സ് ഉണ്ട് ഈ സിറ്റീസിന്. ആ 2 പാർട്സ് നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ ഹൗസസ് വെയർ ബിൽഡ് അലോങ് ബോത്ത് സൈഡ്സ് ഓഫ് പ്ലാൻഡ് സ്ട്രീറ്റ്സ്. അവിടുത്തെ ഹൗസസിൻ്റെ പ്രത്യേകത എന്താ? അവർ അവിടുത്തെ സ്ട്രീറ്റിൻ്റെയൊക്കെ 2 സൈഡിലായിട്ടായിരിക്കും ഹൗസസ് ബിൽഡ് ചെയ്യുക. അപ്പോൾ സെൻട്രിൽ കൂടെ റോഡായിരിക്കും പോകാം. ഓക്കെ. ദെൻ സം ഹൗസസ് ഹാഡ് ഓൺലി 1 റൂം. പണ്ടൊക്കെ എങ്ങനെയാണ്? ചില വീടുകൾക്കൊക്കെ ആകെ ഒരു മുറിയേ ഉണ്ടാകുള്ളൂ. ദെൻ വേറസ് അതേഴ്സ് ഹാഡ് മോർ റൂംസ്. ചില വീടുകൾക്കോ ഒരുപാട് റൂംസ് ഉണ്ടാകാം. ദെൻ എ കോർട്ട്യാർഡ് ആൻഡ് വെൽ. എന്താണ്? ഒരു മുറ്റം ഉണ്ടാകാം, ദെൻ ഒരു വെല്ലും ഉണ്ടാകാം. എവറി ഹൗസസ് ഹാഡ് എ ടോയ്ലറ്റ്. എല്ലാ വീട്ടിലും എന്തുണ്ടാകും? ഒരു ടോയ്ലറ്റ് ഉണ്ടാകും. ദെൻ ഡ്രൈനേജ് സിസ്റ്റം. അവിടുത്തെ മെയിൻ ഹൗസസിൻ്റെ പ്രത്യേകതയാണ് ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഹരപ്പൻ സിറ്റീസ്. ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക. ദെൻ ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ. എന്തായിരിക്കും ഗ്രാനറി എന്ന് ഉദ്ദേശിക്കുന്നത്? അവർ പറഞ്ഞു അവർ കൾട്ടിവേഷനാണ് ചെയ്യുന്നത്. സോ കൾട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ബാലൻസ് ഉണ്ടാകും. അതായത് സർപ്ലസ് ആയിട്ട് കുറച്ച് പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. ആ ബാലൻസ് ഇരിക്കുന്ന പ്രോഡക്ട്സ് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്ത് ഗ്രാനറി എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കാം. ദെൻ അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ഇൻ ദി വില്ലേജസ് വെർ ഫെർട്ടൈൽ. അവിടെ എന്താ അഗ്രികൾച്ചർ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് റിവർ ഇൻഡസിൻ്റെ സൈഡിലാണുള്ളത്. സോ അവിടെ എന്താണ്? അവിടുത്തെ സോയിൽ എന്ന് പറയുന്നത് അലൂവിയൽ സോയിലായിരിക്കും. It is the alluvial soil deposited by the river Indus that made them fertile. Alluvial soil എന്ന് പറയുന്നത് it is well suited for agriculture. Then animal husbandry also existed. അവരെന്താണ്? അവർ അനിമൽസിനെയൊക്കെ റെയറിങ് ചെയ്യാറുണ്ട്, അതായത് അനിമൽസിനെയൊക്കെ പരിപാലിക്കാറുണ്ട്. Then the figures of rhinoceros and elephants made of clay have been found. അവിടുന്ന് എന്താണ്? അനിമൽ ഹസ്ബൻഡറി ഉണ്ടെന്ന് പറയാനുള്ള റീസൺ എന്താണ്? ഈ അനിമൽസിൻ്റെയൊക്കെ റൂയിൻസ് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. Then they reared ox, goat, pig and sheep. Okay. Then trade. നമ്മൾ പറഞ്ഞു അവിടെ സർപ്ലസ് ആയിട്ട് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഈ പ്രൊഡക്ട്സ് അവർ കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യും? ദെൻ അതിന് പിന്നെ ഇങ്ങോട്ട് പോകുന്നത് ട്രേഡിലേക്ക് മാറുന്നത്.
നോക്കുക, ദ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ലെഡ് ടു സർപ്ലസ് പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ്. അഗ്രികൾച്ചർ എന്തായി? സർപ്ലസ് പ്രൊഡക്ഷനിലേക്ക് മാറി. അത് പിന്നെ എങ്ങോട്ട് മാറി? സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസിലേക്ക് മാറി. സോ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒബ്വിയസ്ലി എന്ത് വേണം? വെയിറ്റ് ഒക്കെ നോക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വേണം. അതാണ് പറയുന്നത് അക്യുറേറ്റ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് വെയർ യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ചിങ് ദ സ്റ്റോർഡ് പ്രൊഡക്ട്സ്. നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ എത്ര വേണമെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കുമോ? ഇല്ല. നമ്മളിപ്പോൾ കടയിൽ പോയാലും നമ്മൾ എന്താണ് കറക്റ്റ് വെയിറ്റ് വെച്ച് തൂക്കിയൊക്കെ എടുക്കുക. സോ അതിന് വേണ്ട മെഷേഴ്സ് ഒക്കെ അവരവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ദേ മെയ്ഡ് ടൂൾസ് ആൻഡ് വെപ്പൺസ് യൂസിങ് ബ്രോൺസ്. എന്താണ്? ബ്രോൺസ് യൂസ് ചെയ്തിട്ടാണ് അവരവരുടെ ടൂൾസ് ഒക്കെ മേക്ക് ചെയ്യുന്നത്. ദെൻ ബ്രോൺസ് വാസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഇറ്റ് കെയിം ടു ബി നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. എന്താണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്? ബ്രോൺസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ആ സിവിലൈസേഷന് ആ പേര് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്. ഈ ഹരപ്പൻ സിവിലൈസേഷൻ ആണ് നമ്മൾ മെയിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതിൻ്റെ ഹാൻഡിക്രാഫ്റ്റും ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ആണ് പറയുന്നത്. നമ്മൾ മെയിൻലി പറഞ്ഞതാണ് എന്ത്? ഓർണമെൻ്റൽ വർക്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓർണമെൻ്റൽ വർക്ക്സ് വെയർ ഡൺ ഓൺ ക്ലേ പോട്ട്സ്. ക്ലേ പോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് അവർ ഓർണമെൻറ്റ്സ് മേക്ക് ചെയ്യുന്നത്. ദെൻ അനിമൽ ഫിഗേഴ്സ് വെയർ മോൾഡഡ് ഫ്രം ക്ലേ. ഈ ക്ലേയിൽ നിന്ന് അവരെന്താണ് ഹ്യൂമൻസിൻ്റെ ഫിഗേഴ്സ് മാത്രമല്ല അനിമൽസിൻ്റെ ഫിഗേഴ്സും മോൾഡ് ചെയ്യാറുണ്ട്. ദെൻ ഫിഗേഴ്സ് ഓഫ് മെൻ, വുമൻ ആൻഡ് കാറ്റ് ഹാവ് ഓൾസോ ബീൻ അൺകവേർഡ്. എന്താണ്? ഫ്രം ഹിയർ. എന്താണ്? ഇവിടുന്ന് മെൻസിൻ്റെ ഫിഗേഴ്സ്, വുമൻസിൻ്റെ ഫിഗേഴ്സും കാട്ടിൻ്റെ ഫിഗേഴ്സും അതുപോലെ അനിമൽസിൻ്റെ ഫിഗേഴ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ബാംഗിൾസ് വെയർ മെയ്ഡ് ഫ്രം ക്ലേ, ബ്രോൺസ് ആൻഡ് ടോർട്ടോയ്സ് ഷെൽസ്. അതായത് ഈ അമകളുടെയൊക്കെ ഷെൽസ് ഇല്ല, അതും യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ബാംഗിൾസ്, വളകൾ മേക്ക് ചെയ്യുന്നുണ്ട്. Then the statue of the dancing girl found from Mohenjo-daro is also an example for their artistic skill. ഈ ഹരപ്പൻ സിവിലൈസേഷനിലെ ആൾക്കാരുടെ മെയിൻ സ്കില്ല്, ആർട്ടിസ്റ്റിക് സ്കില്ല് കാണിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് എവിഡൻ്റ് ആണിത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്തിരിക്കുക. എന്താണ്? മോഹൻജദാരോ എന്ന് കിട്ടിയിട്ടുള്ള ഡാൻസിങ് ഗേളിൻ്റെ ഒരു സ്റ്റാറ്റ്യൂ, അതൊരു എവിഡൻസ് ആണ്. ഓക്കെ. ദെൻ അവിടുത്തെ ബിലീഫ് സിസ്റ്റം എങ്ങനെയാണ്? അവർ ആരെയാണ് ആരാധിച്ചിരുന്നത്? അതാണ് പറയുന്നത്. ക്ലേ ഫിഗേഴ്സ് ഓഫ് വുമൻ ഹാവ് ഡിസ്കവേർഡ്. എന്താണ്? അവർ ക്ലേ യൂസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു വുമൻസിൻ്റെ മെൻസിൻ്റെ ഒക്കെ സ്റ്റാറ്റ്യൂസ് ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു. അതിനെയാണ് അവരെന്ത് ചെയ്യുന്നത്? വിശ്വസിക്കാറ്. ദെൻ ദേ പ്രൂവ് ദ എക്സിസ്റ്റൻസ് ഓഫ് വർഷിപ്പിംഗ് ദ മദർ ഗോഡസ്. മദർ ഗോഡസിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. ദെൻ സച്ച് വർഷിപ്പ് എക്സിസ്റ്റഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. ചില ആൾക്കാർ എന്താണ് സോയിലിനെ ആരാധിക്കുന്നവരുണ്ട്, മണ്ണിനെ ആരാധിച്ച് ജീവിക്കുന്ന ആൾക്കാരും പണ്ട് കാലത്ത് നമുക്കുണ്ടായിരുന്നു. ദെൻ ദ ഫിഗേഴ്സ് ഓഫ് മെൻ ഫൗണ്ട് ഹിയർ ആർ ദ ഏർലി ഫോം ഓഫ് ശിവ. അതായത് നമ്മൾ പറഞ്ഞതാണ് ഫിഗേഴ്സ് ഓഫ് മെന്നിനെ അവർ ക്ലേയിൽ നിന്ന് മോൾഡ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അതെന്തിൻ്റെ എവിഡൻസ് ആണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് ശിവ. ദെൻ ദേ ഓൾസോ വർഷിപ്ഡ് അനിമൽസ് ആൻഡ് ട്രീസ്. സോയിലും മെൻസിൻ്റെ സ്റ്റാറ്റ്യൂസും വുമൻസിൻ്റെ സ്റ്റാറ്റ്യൂസും മാത്രമല്ല, ദേ വർഷിപ്ഡ് ഓൾസോ അനിമൽസ് ആൻഡ് ട്രീസ്. ദെൻ ദ ഗ്രേറ്റ് ബാത്ത് ഇൻ മോഹൻജദാരോ. അതും ഒരു വൺ വേർഡ് മേ ബി ചോദിക്കാം. എവിടെയാണ് ഗ്രേറ്റ് ബാത്ത് ഉള്ളതെന്ന്? എവിടെയാണ്? മോഹൻജദാരോയിലാണ്. അതും അവരെന്തിന് യൂസ് ചെയ്തിട്ടുണ്ട്? ഫോർ റിലീജിയസ് സെറമണീസ്. റിലീജിയസിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി അവരെന്ത് യൂസ് ചെയ്യാറുണ്ട്? മോഹൻജദാരോയിലെ ഗ്രേറ്റ് ബാത്ത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് സിവിലൈസേഷൻ ആണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. നമ്മളിപ്പോൾ പഠിച്ചത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓർ ഹരപ്പൻ സിവിലൈസേഷൻ ആണ്. അത് ഏത് റിവർ ആയിരുന്നു? റിവർ ഇൻഡസ് ആയിരുന്നു. ദെൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നോക്കുക. ഇറ്റ് ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ നൈൽ. ഏത് റിവറാണ്? റിവർ നൈലാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ ദ കിങ്സ് ഓഫ് ഈജിപ്റ്റ്. ഈജിപ്തിലെ കിങ്ങിന് പറയുന്ന ഒരു പേരാണ് എന്ത്? ഫറോ. ഫറോ എന്നാണ് അവിടുത്തെ കിങ്ങിനെ നമ്മൾ പറയാറ്. Then the practice of preserving the body of the dead prevailed in Egypt. ഈജിപ്തിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. എന്താണ് ഈജിപ്ത്? നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഈജിപ്തിൽ മരിച്ച ബോഡീസ്, അതായത് ഡെഡ് ബോഡീസ് നമ്മൾ എന്ത് ചെയ്യും? പ്രിസർവ് ചെയ്ത് വെക്കും, സൂക്ഷിച്ച് വെക്കും. അങ്ങനെ ഒരു എന്താണ് പ്രാക്ടീസ് ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു. ഈ ഡെഡ് ബോഡീസിന് നമ്മളൊരു പേര് പറയും. അതാണ് എന്ത്? മമ്മീസ്. മമ്മീസ് എന്ന് പറയും ഈ ഡെഡ് ബോഡീസിന്. ദെൻ പിരമിഡ്സ് വെയർ ടോംസ് വെയർ ദ മമ്മീസ് വെയർ പ്രിസർവ്ഡ്. എന്താണ്? ഈ മമ്മീസ്, ഈ ശവകുടീരങ്ങളൊക്കെ പ്രിസർവ് ചെയ്യാറുണ്ട്. ദെൻ അഗ്രികൾച്ചർ വാസ് ദ ബാക്ക് ബോൺ ഓഫ് ദിസ് സിവിലൈസേഷൻ. എന്താണ് ഈ സിവിലൈസേഷൻ്റെ മെയിൻ ബാക്ക് ബോൺ എന്ന് പറയുന്നത്? എന്താ? അഗ്രികൾച്ചർ ആണ് മെയിൻ. ദേ ഓൾസോ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ മാത്രമല്ല, എന്തിലൊക്കെ അവർ എൻഗേജ്ഡ് ആയിട്ടുണ്ട്? വേവിങ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയറിലും അവർ എൻഗേജ്ഡ് ആണ്. അഗ്രികൾച്ചർ മാത്രമല്ല അപ്പോൾ അവർക്കുള്ളത്. ഓക്കെ. ദെൻ
നെക്സ്റ്റ് സിവിലൈസേഷൻ ആണ് മെസപ്പൊട്ടോമിയൻ. മെസപ്പൊട്ടോമിയൻ ഏത് സിവിലൈസേഷനാ? മെസപ്പൊട്ടോമിയൻ ഈസ് ദ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ഈ രണ്ട് റിവേഴ്സിൻ്റെ ഇടയിൽ വരുന്ന സിവിലൈസേഷൻ ആണ് ഏത്? മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത്. ദ വേർഡ് മെസപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ്. ഈ രണ്ട് റിവേഴ്സിൻ്റെ നടുക്കുള്ള ഭാഗമാണ് ഏത്? മെസപ്പൊട്ടോമിയ. അങ്ങനെയാണ് ഈ വേർഡിൻ്റെ മീനിങ് വരുന്നത്. Then 4 different civilizations emerged and declined in Mesopotamia. അതായത് മെസപ്പൊട്ടോമിയയിൽ 4 സിവിലൈസേഷൻസ് എമർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അതുപോലെ ഡിക്ലൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേതാണെന്ന് നോക്കുക. They were the Sumerian, Babylonian, Assyrian and the Chaldean. These are the 4 civilizations. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ എമർജ് ചെയ്ത് അതുപോലെ തന്നെ അവിടെ ഡിക്ലൈൻ ചെയ്തിട്ടുള്ള സിവിലൈസേഷൻസ് ആണ് ഇത്. ക്ലിയർ? And the last civilization is Chinese. Chinese civilization ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് പഠിക്കാനുള്ളത്. The Chinese civilization flourished in the valley of the river Huanghe. ഈ റിവർ നന്നായിട്ട് പഠിക്കണം, സ്പെല്ലിംഗ് മാറിപ്പോകരുത്. ഹാങ്ഹോ എന്നാണ് അത് റീഡ് ചെയ്യുക. ദെൻ അഗ്രികൾച്ചർ വാസ് ദ ബേസ് ഓഫ് ദ സിവിലൈസേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഗ്രികൾച്ചർ ആണ് ഇതിൻ്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ വെർ ഓൾസോ സ്കിൽഫുൾ ഇൻ weaving, making pottery and silk production. Silk production, pottery makingilum, weavingilum ഒക്കെ എന്താണ്? അവർ നല്ല സ്കിൽഫുൾ ആണ്. ദെൻ ദേ ആർട്ട് ഓഫ് റൈറ്റിംഗ്, അവരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ് എന്ത്? ഏൻഷ്യൻ ചൈന വാസ് പിക്ടോഗ്രാഫിക് നോട്ട് ആൽഫബറ്റ്സ്. മിസ് ഇവിടെ ഒരു പിക്ചർ കാണിച്ചേക്കുന്നുണ്ടോ? ഇതാണ് അവരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ്? പിക്ചർ മെത്തേഡ് ആയിരിക്കും, ആൽഫബറ്റ്സ് ആയിരിക്കില്ല അവരുടെ മെയിൻ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കുക. ചൈനീസ് ഫോർമുലേറ്റഡ് എ കലണ്ടർ. എന്താണ്? അവർ കലണ്ടർ ഫോം ചെയ്തിട്ടുണ്ട്. എന്താണ് ആ കലണ്ടറിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്? എ ഇയർ കൺസിസ്റ്റഡ് ഓഫ് 365.5 ഡേയ്സ്. 365 ദിവസമുള്ള ഒരു വർഷമായിട്ട് അവരൊരു കലണ്ടർ ഫോമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി ചൈനീസ് സിവിലൈസേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാണ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞ ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സിഗുറാത്ത്? റൈറ്റ് എനി വൺ ഫീച്ചർ ഓഫ് സിഗുറാത്ത്. സിഗുറാത്ത് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, കുറച്ച് ഫിഗേഴ്സ് ഉണ്ട്. അത് എന്തിനെ ഏത് സിവിലൈസേഷനിൽ വരുന്നതാണെന്നും എന്ത് കൺസ്ട്രക്ഷനെയാണ് കാണിക്കുന്നതെന്നും പഠിക്കാനുണ്ട്. ഓക്കെ, സിഗുറാത്ത് എന്താ? ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾസ് ഇൻ ഏൻഷ്യൻ മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയിലുള്ള ടെമ്പിൾസ് ആണ് ഏത്? സിഗുറാത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ദേ വെയർ കൺസ്ട്രക്റ്റഡ് ഇൻ സിറ്റീസ്. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് മിസ് ഇവിടെ പറയുന്നത്. എന്താണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ദേ കൺസ്ട്രക്റ്റഡ് ഇൻ സിറ്റീസ്. അത് എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? സിറ്റീസിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദെൻ ദേ വെയർ ബിൽഡ് ഓൺ ആർട്ടിഫിഷ്യൽ ഹില്ലോക്സ് യൂസിങ് ബ്രിക്സ്. ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് അവർ ഈ സിഗുറാത്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദി സിഗുറാത്ത്. ദെൻ നെക്സ്റ്റ് നോക്കുക. Complete the chart that indicates the excavations in the Indus Valley civilization. Indus Valley civilization ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്റ്റാർട്ടിങ് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നതാണ്. ഇത് ഫില്ല് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. എന്താണ്? മോഹൻജൊദാരോയിൽ ആരാണ് എക്സ്കവേഷൻ നടത്തിയത്? ദയാറാം സാഹ്നി എവിടെയാണ് എക്സ്കവേഷൻ നടത്തിയത്? ഒന്ന് പറഞ്ഞു നോക്കിയാൽ എവിടെയാണ് മോഹൻജൊദാരോയിൽ എക്സ്കവേഷൻ നടത്തിയത്? ആരാ? യെസ്, R.D. ബാനർജി ആണ്. നോക്കാം, R.D. ബാനർജി ആണ് എക്സ്കവേഷൻ നടത്തിയത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദയാറാം സാഹ്നി എവിടെയാണ് എക്സ്കവേഷൻ നടത്തിയത്? എവിടെയാണ്? ഹരപ്പയിലാണ് ദയാറാം സാഹ്നി എക്സ്കവേഷൻ നടത്തിയത്. അത് നോട്ട് ചെയ്ത് വെക്കുക, അത് വൺ വേർഡ് ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദി ഡ്രൈനേജ് സിസ്റ്റം ഓഫ് ദി ഹരപ്പൻ സിറ്റീസ്. ഹരപ്പൻ സിറ്റീസിൻ്റെ ഒരു മെയിൻ ഫീച്ചർ ആയിട്ട് മിസ് നേരത്തെ പറഞ്ഞ എന്താണ്? ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് അവിടെ പറയുന്നത്. നോക്കാം. The waste water from the houses was let out into the drains. നമുക്കെന്താണ് ഈ ഡ്രെയിൻസ്, അതായത് ഹൗസസിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഡ്രൈനേജ് സിസ്റ്റത്തിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ദെൻ ദീസ് ഡ്രെയിൻസ് വെയർ കണക്റ്റഡ് ടു ദി മെയിൻ ഡ്രെയിൻ ഓഫ് ദ സ്ട്രീറ്റ്. ഓരോ വീട്ടിലും എന്താണ്? ഡ്രൈനേജ് സിസ്റ്റം ഉണ്ട്. ഈ ഡ്രൈനേജ് മെയിനായിട്ട് എവിടെയായിരിക്കും? സ്ട്രീറ്റിലുള്ള മെയിൻ ഡ്രൈനേജിലേക്കാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ദെൻ ദ ഡ്രെയിൻസ് വെയർ ബിൽഡ് ഓഫ് ബേൺഡ് ബ്രിക്സ്. എന്ത് യൂസ് ചെയ്തിട്ടാ? ബേൺഡ് ബ്രിക്സ്, ചുട്ടുപഴുത്ത ഇഷ്ടികകൾ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഡ്രെയിൻസ് ബിൽഡ് ചെയ്യുന്നത്. ദെൻ അത് എന്ത് വെച്ചിട്ട് കവേർഡ് ആണ്? ഇറ്റ് കവേർഡ് വിത്ത് സ്റ്റോൺ സ്ലാബ്സ്. സ്റ്റോൺ സ്ലാബ്സ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇതും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ
Arrange the items in column A with appropriate items from column B. കോളം എ കോളം ബി ആയിട്ട് മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഒന്ന് നോക്കിയേ, കോളം എയിൽ ഫറോവ് കൊടുത്തിട്ടുണ്ട്, പിരമിഡ് ഉണ്ട്, ഹീറോഗ്ലിഫിക്സ് ഉണ്ട്, ഫിനിക്സ് ഉണ്ട്. ഇത് ബി ആയിട്ട് മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ഫറോവ് എന്താണെന്നാ മിസ് പറഞ്ഞത്? യെസ്, ഫറോവ് എന്ന് പറയുന്നത് കിങ്, ദ കിങ് ആണ്. ദെൻ പിരമിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പിരമിഡ് എന്ന് പറയുന്നത് ടോംബാണ്. ഹീറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, സാക്രഡ് റൈറ്റിംഗ് ആണ്. ദെൻ ഫിനിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്കൾപ്ചർ. അതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കിയാലോ. നോക്കിയേ, ഫറോവ് എന്ന് പറയുന്നത് കിങ്, പിരമിഡ് ടോം, ഹീറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് സാക്രഡ് റൈറ്റിംഗ്. ദെൻ അതിൻ്റെ ഒരു ഫീച്ചർ ആണ് എന്ത്? യൂസ് ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ് കോൾഡ് പാപ്പിറസ്. ഇവരെന്താണ് യൂസ് ചെയ്യുന്നത്? റൈറ്റിങ്സിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്നത് ഒരു പ്ലാന്റിൻ്റെ ലീവ്സ് ആണ്. അതിന് പറയുന്ന പേരാണ് പാപ്പിറസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫിനിക്സ് എന്ന് പറയുന്നത് സ്കൾപ്ചർ ആണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ദ കോസസ് ഫോർ ദ ഫോൾ ഓഫ് ദി ഹരപ്പൻ സിവിലൈസേഷൻ. നമ്മൾ പറഞ്ഞ ഹരപ്പൻ സിവിലൈസേഷൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡിക്ലൈൻ ആവാൻ തുടങ്ങി. അതിൻ്റെ കുറച്ച് റീസൺസ്, എന്തുകൊണ്ടായിരിക്കും അത് ഡിക്ലൈൻ ആയത്, അതിൻ്റെ റീസൺസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ഫ്ലഡ്. ഫ്ലഡ് ആണ് ദ മെയിൻ റീസൺ. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഇൻവേഷൻസ്, അതായത് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ആക്രമണങ്ങൾ. ദെൻ ഡീഫോറസ്റ്റേഷൻ. ദെൻ ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ. അവരുടെ മെയിൻ എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചർ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ അഗ്രികൾച്ചർ സെക്ടർ ഡിക്ലൈൻ ആയതോടുകൂടി ഹരപ്പൻ സിവിലൈസേഷനും ഡിക്ലൈൻ ആവാൻ തുടങ്ങി. ആൻഡ് ദ ലാസ്റ്റ് വൺ എപ്പിഡമിക്സ്. എപ്പിഡമിക്സ് എന്ന് വെച്ചാൽ എന്താ? പകർച്ചവ്യാധികൾ. സോ ദീസ് ആർ ദ 5 റീസൺസ്. ഹരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ ചെയ്യാനുള്ള റീസൺസ് ആണ്. ഇതും പഠിച്ചിരിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നിങ്ങളുടെ ഒരു മിസ് പറഞ്ഞതാണ്. എന്താണ്? എസ്സേ വരുന്നത് 5 മാർക്സിനാണെന്ന് പറഞ്ഞു. 2023 ചോദിച്ച ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണിത്. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ ഇൻ ദി ഹരപ്പൻ സിവിലൈസേഷൻ. ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ വലിച്ചുവാരി എഴുതേണ്ട ആവശ്യമില്ല. എന്താണ്? പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുക. മേജർ പോയിന്റ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വിടാം. ഓക്കെ, അതിൽ ഗ്രാനറി ഒന്ന് നോക്കിയാലോ. ബിഗ് ബിൽഡിങ്സ് വിത്ത് ദ ഫെസിലിറ്റി ടു ഡ്രൈ ആൻഡ് സ്റ്റോർ ഗ്രെയിൻസ്. മിസ് പറഞ്ഞതാണ്, സർപ്ലസ് പ്രൊഡക്ട്സ്, നമുക്ക് ബാലൻസ് വരുന്ന പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യാനും ഡ്രൈ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ ഗ്രാനറി യൂസ് ചെയ്യുക. ദെൻ ദ റിമെയിൻസ് ഓഫ് വീറ്റ്, ബാർലി, മില്ലറ്റ്സ്, സീസെയിം, പൾസസ് എക്സെട്ര ഹാവ് ബീൻ ഫൗണ്ട് ഹിയർ. എന്താണ്? ഈ വീറ്റും ബാർലി മില്ലറ്റ്സിൻ്റെ ഒക്കെ എവിഡൻസസ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത്? ഹരപ്പൻ സിവിലൈസേഷനിൽ എന്താണ്? കൾട്ടിവേഷൻ നടന്നിരുന്നു, അവിടെ സർപ്ലസ് പ്രൊഡക്ട്സ് ഉണ്ടായിട്ടുണ്ട്, അത് അവരിങ്ങനെ ഒരു ഗ്രാനറിയിൽ എന്താണ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നേ. ദെൻ അഗ്രികൾച്ചർ ഒന്ന് നോക്കിയേ. എവിഡൻസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ ഹാവ് ബീൻ അൺകവേർഡ് ഫ്രം രംഗ്പൂർ ആൻഡ് ലോഥൽ ഇൻ ഗുജറാത്ത്. ഗുജറാത്തിൽ നിന്ന് ലോഥലിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എവിഡൻസസ് കിട്ടിയിട്ടുണ്ട്. എന്തിൻ്റെ? റൈസ് കൾട്ടിവേഷൻ്റെ. അങ്ങനെയാണ് നമ്മൾ അവിടെ അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ദെൻ കോട്ടൺ വാസ് ഓൾസോ കൾട്ടിവേറ്റഡ്. റൈസ് മാത്രമല്ല, കോട്ടൺ കൾട്ടിവേഷനും ഉണ്ടായിരുന്നു. Then the agricultural fields in the villages were fertile. എന്താണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്? അവിടെ കൂടുതൽ ഉണ്ടാവാനുള്ള റീസൺ എന്താ? അത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയതുകൊണ്ടാണ്. അതുപോലെ അവിടുത്തെ സോയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഫെർട്ടൈൽ. Then it is the alluvial soil deposited by the river Indus that made them fertile. എന്തുകൊണ്ട് അത് ഫെർട്ടൈൽ സോയിൽ ആയത്? Because the presence of river Indus. Okay. Next question നോക്കാം. Identify the pictures and write down the river valley civilizations associated with them. ഇതും 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് 2 ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് അത് ഏത് സിവിലൈസേഷൻ ആയിട്ട് കണക്റ്റഡ് ആണെന്ന് എഴുതുക. ഏതായിരിക്കും ഈ ഫസ്റ്റ് ഫിഗർ? ഏതാണ്? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പിരമിഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സിഗുറാത്ത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നോക്കുക, ഫസ്റ്റ് വൺ പിരമിഡ്സ് ആണ്, നെക്സ്റ്റ് വൺ സിഗുറാത്ത് ആണ്. പിരമിഡ് ഏതായിട്ട് റിലേറ്റഡാ? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ്. സിഗുറാത്ത് വരുന്നത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആണ്, മാറിപ്പോകരുത്. Then next question നോക്കിയേ. Mention any 2 features of cuneiform, the art of writing of Mesopotamia. ഇവരെന്താണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എന്താണ്? മെസപ്പൊട്ടോമിയയിലെ ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ് ക്യൂണിഫോം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാ. സോ അത് തന്നെ നമുക്ക് ആൻസറിൽ ഫസ്റ്റ് വൺ ആയിട്ട് കൊടുക്കാം. എന്താ നോക്കിയേ? ദ മെസപ്പൊട്ടോമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഈസ് കോൾഡ് ക്യൂണിഫോം. എന്താണ്? ക്യൂണിഫോം എന്ന് പറയുന്നതാണ് മെസപ്പൊട്ടോമിയയിലെ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് നോക്കുക, ദ സ്ക്രിപ്റ്റ് വാസ് വെഡ്ജ് ഷേപ്ഡ്. ഈ ക്യൂണിഫോം എന്ന് പറയുന്നത് ഒരു വെഡ്ജ് ഷേപ്പിലായിരിക്കും അവരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ് കാണാൻ പറ്റുക. ദെൻ ദേ വെയർ റിട്ടൺ ഓൺ ദ സ്മൂത്ത് സർഫസ്. അതിൽ അവരെവിടെ എഴുതുക? സ്മൂത്ത് സർഫസസിലായിരിക്കും എഴുതുക. ദെൻ എ ഷാർപ്പ് സ്റ്റൈലസ് വാസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. അതിന് വേണ്ടി അവർ ഷാർപ്പായിട്ടുള്ള എഴുത്താണികളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇത് എഴുതി കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യും? ദ ടാബ്ലെറ്റ്സ് വെയർ ദെൻ ബേക്ഡ് ഇൻ ദിസ് സൺ. സണ്ണിൻ്റെ ചൂട് കൊണ്ട് അത് ഉണങ്ങാനായിട്ട്, ഡ്രൈ ആവാനായിട്ട് അവരത് വെക്കും. ദെൻ എ ഹ്യൂജ് കളക്ഷൻ ഓഫ് ദീസ് ടാബ്ലെറ്റ്സ് ഹാസ് ബീൻ ഫൗണ്ട് ഹിയർ. ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഈ ടാബിൻ്റെ കിട്ടിയിട്ടുണ്ട്. ദെൻ മോസ്റ്റ് ഓഫ് ദം വെയർ റിലേറ്റഡ് ടു ട്രേഡ്. ട്രേഡ് ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ടാബ്സിൽ അവർ എഴുതിയിട്ടുണ്ടാകുക. ദെൻ നെക്സ്റ്റ് നോക്കാം, അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദി മെസ്സപ്പൊട്ടേമിയൻ. മെസ്സപ്പൊട്ടേമിയയിലെ ആൾക്കാർക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ആ അച്ചീവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാ? ദേ അച്ചീവ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി. എന്തിലൊക്കെയാണ് അവർ അച്ചീവ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്? മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി. ദേ ഫോമുലേറ്റഡ് എ കലണ്ടർ. അവർ കലണ്ടർ ഫോം ചെയ്തിട്ടുണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദി മൂൺ. മൂണിൻ്റെ മൂവ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് അവർ കലണ്ടർ ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ ദേ ഡിവൈഡഡ് എ ഇയർ. അവരൊരു ഇയർ എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? 12 months ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു മന്ത് എന്ന് പറയുന്നത് 4 weeks ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ എ ഡേ ഇൻറ്റു 24 hours. ഒരു ഡേ എന്ന് പറയുന്നത് 24 hours ആയിട്ടും അവർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദേ ന്യൂ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട്. എന്താണ് ക്വസ്റ്റ്യൻ? അവരെന്തൊക്കെ കണ്ടുപിടിച്ചു മാത്സിൽ? പിന്നെ ഡിവിഷൻസ്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ടും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഈജിപ്ഷ്യൻസ് അച്ചീവ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. ഈജിപ്ഷ്യൻസിൻ്റെ വേറൊരു അച്ചീവ്മെൻ്റ് ആണ് എന്ത്? ഇൻ ദി ഫീൽഡ് ഓഫ് സയൻസ്. സയൻസിലും അവർ അച്ചീവ്മെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. ദെൻ സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. നോക്കുക, 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഇവിടെ എഴുതുക. സയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് വേണം എഴുതാൻ. ഓക്കെ. ദ ഈജിപ്ഷ്യൻസ് ഓൾസോ അറ്റൈൻഡ് അമേസിങ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. അപ്പം നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ ഫസ്റ്റ് പോയിന്റ് ചെയ്ത്, അപ്പം നമുക്കൊരു പോയിൻ്റായി. ദെൻ നെക്സ്റ്റ് നോക്കിയത് ഫോമുലേറ്റഡ് സോളാർ കലണ്ടർ. എന്താണ്? അവർ സോളാർ കലണ്ടർ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ആ കലണ്ടറിൻ്റെ പ്രത്യേകത എന്താ? ആസ് പെർ ദിസ് കലണ്ടർ എ ഇയർ ഹാഡ് 365 days. 365 days ഉള്ള ഒരു ഇയർ ആയിട്ടാണ് അവർ ആ കലണ്ടർ ഫോം ചെയ്തിരിക്കുന്നത്. എ ഇയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു 12 months. ഒരു ഇയറിന് അവർ 12 months ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ 30 days ഈച്ച്. ഓരോ മന്തിലും എത്ര ഡേയ്സ് ഉണ്ട്? 30 days ഉണ്ട്. ദെൻ റിമൈനിങ് 5 days 365 എന്നാണ് നമ്മൾ പറഞ്ഞത്. 360 ആയി. ദെൻ റിമൈനിങ് 5 days ദേ യൂസ്ഡ് ഫോർ സെലിബ്രേഷൻസ്. എന്തിനു വേണ്ടിയാ? അവർ സെലിബ്രേഷൻസിന് വേണ്ടിയാണ് ഈ 5 days യൂസ് ചെയ്യുക. ദെൻ ദെയർ അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ഈസ് ഓൾസോ സിഗ്നിഫിക്കൻറ്റ്. നമ്മുടെ അടുത്ത് ചോദിച്ചത് സയൻസ് ആണ്. മിസ് എന്നാലും മാത്സ് കൂടി പറയുന്നുണ്ട്. മേ ബി എന്തും ചോദിക്കാം, ഏത് ക്വസ്റ്റ്യൻ വേണേലും ചോദിക്കാം. ചിലപ്പോൾ അവരുടെ 2 അഡ്വാൻസ്മെൻറ്റും കമ്പയർ ചെയ്ത് എഴുതാനും ചോദിക്കാം. ഓക്കെ. ദേ could calculate the area of triangles and rectangles. എന്താണ് ചെയ്യുന്നത്? ട്രയാങ്കിൾസിൻ്റെയും റെക്റ്റാങ്കിൾസിൻ്റെയൊക്കെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനും അവർ പഠിച്ചു. ദെൻ to determine time they made sundial, a clock that tells time by the shadow cast by the sun. എന്താണ്? അവർ സൺഡയൽ കണ്ടിട്ടുണ്ട്, സൺഡയൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തിനെ യൂസ് ചെയ്തിട്ട്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ? ഷാഡോ ഓഫ് ദ സൺ. സണ്ണിൻ്റെ ഷാഡോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ദെൻ അതുപോലെ തന്നെ ദേ ഫോമുലേറ്റ് വാട്ടർ ക്ലോക്കും ഫോമുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ ബേസിസിൽ? വാട്ടർ കറൻറ്റിൻ്റെ ബേസിസിൽ. ഓക്കെ. ദ ഈജിപ്ഷ്യൻസ് വെയർ ഓൾസോ സ്കിൽഫുൾ ഇൻ സ്കൾപ്ചർ. പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്നതിലും ദ ഓൾസോ വെരി സ്കിൽഫുൾ. ദെൻ ഇറ്റ് ഈസ് എവിഡൻറ്റ് ഫ്രം ദ ഫിനിക്സ്. അതിനൊരു എക്സാമ്പിളാണ് ഫിനിക്സ് എന്ന് പറയുന്നത്. സ്കൾപ്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫിനിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫിനിക്സിൻ്റെ ഒരു ഫീച്ചറാണ് എന്ത്? ഇറ്റ് ഈസ് എ സ്റ്റാച്യു വിത്ത് ലയൺസ് ബോഡി. ലയൺഡ് ബോഡിയും ഹ്യൂമൻസിൻ്റെ ഹെഡും ആയിരിക്കും ഈ ഫിനിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഫിനിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്കൾപ്ചർ. ആൻഡ് അതിൻ്റെ ഫീച്ചർ എന്താ? ലയൺസ് ബോഡി ആൻഡ് ഹ്യൂമൻ ഹെഡ്. ഓക്കെ.
ദെൻ നെക്സ്റ്റ് നോക്കാം പാർട്സ് ഓഫ് ഹരപ്പൻ സിറ്റീസ്. മിസ് പറഞ്ഞു എന്താണ് ഹരപ്പൻ സിറ്റീസിന് പല പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. 2 പാർട്സ് ഉണ്ട് ഹരപ്പൻ സിറ്റീസിന്. ഏതൊക്കെയാണ് ആ പാർട്സ്? ആ പാർട്സ് ഏതൊക്കെയാണ്? ദ പാർട്ട് ഓഫ് ദ സിറ്റി ടു ദ വെസ്റ്റ്. 2 സൈഡിലാണ് പാർട്സ് വരുന്നത്. അതിൽ ഏതാണ്? ഫസ്റ്റ് പാർട്ടാണ് വെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫോർ ഹയർ ക്ലാസ്സസ്. ഹയർ ക്ലാസ്സസ് ആളുകൾക്ക് വേണ്ടിയാണ് ഈ വെസ്റ്റ് സൈഡിലുള്ള പാർട്സ് യൂസ് ചെയ്യുക. ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഈ പാർട്സ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ഏതായിരിക്കും? ഈസ്റ്റ് സൈഡ്. ദ സിറ്റി ടു ദി ഈസ്റ്റ്. ഈസ്റ്റ് സൈഡിലുള്ളതാണ് നെക്സ്റ്റ് പാർട്ട് ഓഫ് സിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫോർ ലോവർ ക്ലാസ്സസ്. ഇറ്റ് വാസ് ലോവർ ആൻഡ് വാസ് ഇൻഹാബിറ്റഡ് ബൈ ദ കോമൺ പീപ്പിൾ. എന്താണ് അതെന്താണ്? അവരാരെ യൂസ് ചെയ്യുന്നത്? ലോവർ പീപ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. വെസ്റ്റ് സൈഡിലുള്ളതും ഹയറും, ഈസ്റ്റ് സൈഡിലുള്ളത് ലോവർ പീപ്പിൾസും ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് കോളം എ വിത്ത് കോളം ബി ആൻഡ് സി. ഈ ചാപ്റ്റർ നമ്മളിപ്പോൾ പഠിച്ചത് കുറച്ച് സിവിലൈസേഷൻസ് ആണ്. ആ സിവിലൈസേഷൻസ് വെച്ചിട്ടുള്ള ഒരു ബോക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതും 2016 ചോദിച്ചതാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഓരോ സിവിലൈസേഷൻ്റെയും പ്രത്യേകതകൾ അറിയാൻ പറ്റും. അവിടുത്തെ ആർട്ട് ഓഫ് റൈറ്റിങ്ങും ഏത് റിവറുടെ ബേസിസിലാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകും. ഒന്ന് നോക്കിയാലോ. ഹരപ്പൻ്റെ നേരെ കൊടുത്തിരിക്കുന്നത് ഹീറോഗ്ലിഫിക്സ് ഹ്വാങ് ഹോ. അത് കറക്റ്റാണോ? ഒന്ന് ചെക്ക് ചെയ്യുക. ഈജിപ്റ്റ്, ക്യൂണിഫോം, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ്. മെസപ്പൊട്ടേമിയ, പിക്ടോഗ്രാഫി സ്ക്രിപ്റ്റ് ആൻഡ് ഇൻഡസ്. ചൈന എന്ന് പറയുന്നത് അൺറീഡബിൾ സ്ക്രിപ്റ്റ് ആണ്, നൈൽ. ഇത് കറക്റ്റാണോ? ഇത് നമുക്കൊന്ന് മാച്ച് ചെയ്താലോ? ഒന്ന് നോക്കിയേ. ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഏത് റൈറ്റിങ്സ് ആണ്? ഹരപ്പൻ സിവിലൈസേഷനിൽ മിസ് റൈറ്റിങ്സ് പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പം അതെന്താണ്? അൺറീഡബിൾ ആണ്. ഇപ്പോഴും റീഡ് ചെയ്യാൻ പറ്റാത്ത സ്ക്രിപ്റ്റ് ആണ് ഹരപ്പൻ സിവിലൈസേഷനിലുള്ളത്. ദെൻ ഹരപ്പൻ സിവിലൈസേഷൻ ഏത് റിവറാണെന്നാണ് മിസ് പറഞ്ഞത്? അതിന് വേറൊരു പേരുണ്ട്, ഇൻഡസ് വാലി സിവിലൈസേഷൻ. സോ സിവിലൈസേഷൻ റിവർ എന്ന് പറയുന്നത് ഇൻഡസ് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഈജിപ്റ്റ്. ഈജിപ്തിൽ ഏതായിരിക്കും? ഈജിപ്തിൽ വരുന്നത് ഹീറോഗ്ലിഫിക്സ് ആണ്. ഓക്കെ, ഹീറോഗ്ലിഫിക്സ് ആണ് ഈജിപ്തിൽ വരുന്നത്. അതേത് നദിയാണ്? ഈജിപ്തിൽ വരുന്നത് ഏത് നദിയാ? നൈൽ നദിയാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ മെസപ്പൊട്ടോമിയ ഏതായിരിക്കും? മെസപ്പൊട്ടോമിയ നമുക്ക് വരുന്നത് ക്യൂണിഫോം ആണ്. അത് ക്യൂണിഫോം ആണെങ്കിൽ ഏത് റിവറാണ്? ഏതാ? ഡയറക്റ്റ് തന്നെ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് ആണ്. ആൻഡ് ദ ഫൈനൽ ഏതാണ്? ചൈന. ഇന്ന് നമ്മൾ ഏതിലാണ് കൊടുക്കാത്തത്? ചൈന വരുന്നത് പിക്ടോഗ്രാഫി സ്ക്രിപ്റ്റ് ആണ്. മിസ് പറഞ്ഞു അത് പിക്ചർ ബേസിലായിരിക്കും. നമുക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത റൈറ്റിങ്സ് പോലെ ആയിരിക്കില്ല. ഓക്കെ, ദെൻ അത് വരുന്നത് അപ്പോൾ ഏത് റിവറാ? ഹ്വാങ് ഹോ. ഹ്വാങ് ഹോ എന്ന് പറയുന്ന റിവറാണ് ചൈന വരുന്നത്. ക്ലിയർ അല്ലേ? ഒന്ന് നോക്കിയേ. ഹരപ്പ അൺറീഡബിൾ ആണ്, ഇൻഡസ് വാലി ആണ്. ദെൻ ഈജിപ്റ്റ് ഹീറോഗ്ലിഫിക്സ്, നൈൽ. മെസപ്പൊട്ടേമിയ ക്യൂണിഫോം, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് റിവർ. ചൈന പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ഹ്വാങ് ഹോ. ക്ലിയർ ആയില്ലേ? ദെൻ ഇതോടെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മളപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സിവിലൈസേഷൻസ് ആണ് പറഞ്ഞത്. ഹരപ്പൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടേമിയൻ, ചൈനീസ് പറഞ്ഞു. ഈ 4 സിവിലൈസേഷൻ്റെയും ഫീച്ചേഴ്സും അവരുടെ എന്താണ് അഡ്വാൻസ്മെൻറ്റും അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് വി ആർ മൂവിങ് ടു ചാപ്റ്റർ 3. ഏതാണ് ചാപ്റ്റർ 3? ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മുടെ എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ടാണ്. എർത്തിൻ്റെ ഇൻറ്റീരിയർ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. എന്തൊക്കെയാണ്? അതിന് മുൻപ് മിസ് ചോദിക്കട്ടെ, നമ്മൾ ഈ കേക്കൊക്കെ കണ്ടിട്ടില്ലേ? കേക്ക് എങ്ങനെയാണ്? ഒറ്റ ലെയർ ആയിരിക്കും. കേക്ക് നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 3, 4, 5 ടയർ കേക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതുപോലെ നമ്മുടെ എർത്തിനും ഉണ്ട് എന്ത്? ഒരുപാട് ലെയേഴ്സ്. എർത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലെയേഴ്സ് കാണാൻ പറ്റും. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ആണ് ക്രസ്റ്റ്. ഇതാണ് ഔട്ടർ ലെയർ എന്ന് പറയുന്നത്. പുറമേ കാണുന്നതാണ് എന്ത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ക്രസ്റ്റിന് 2 പാർട്സ് ഉണ്ട്. ദാറ്റ് ഈസ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ദെൻ അതിൻ്റെ തൊട്ട് താഴെ, ക്രസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്നതാണ് മാൻഡിൽ എന്ന് പറയുന്നത്. മാൻഡിലിനും 2 പാർട്സ് ഉണ്ട്. ദാറ്റ് ഈസ് അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. ദെൻ ദ സെൻറ്റർ പോർഷൻ ഇസ് കോർ. അകത്ത് കാണുന്നതാണ് കോർ എന്ന് പറയുന്നത്. മിസ്സിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കോറാണ് എന്ത്? കോറിനും 2 ടൈപ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് റോക്സിനെ കുറിച്ചിട്ടാണ്. എന്താണ്
റോക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്കറിയാം റോക്സ് എന്ന് പറഞ്ഞാൽ എന്താ, കല്ലുകളാണ്. എല്ലാ കല്ലും നമ്മൾ ഒരുപോലെയാണോ കാണുന്നത്? അല്ല, അതിൻ്റെ ഷേപ്സിലൊക്കെ ഡിഫറെൻ്റ് ഉണ്ട്. ഷേപ്സ്, അതിൻ്റെ വലിപ്പമൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മിനറൽസ് ആണ്. ഈ റോക്സിൽ ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ് പോലത്തെ ഒരുപാട് മിനറൽസ് ഉണ്ട്. ഈ മിനറൽസ് കാരണമാണ് എന്ത്, ഈ റോക്സിൽ നമുക്ക് ഈ ഡിഫറൻസ് കാണാൻ പറ്റുന്നത്. സോ റോക്സ് നമ്മൾ എന്താണ്, അതിൻ്റെ ഫോർമേഷന് മോഡ്, അതായത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതിൻ്റെ മോഡിൽ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് ദ തേർഡ് വൺ ഈസ് മെറ്റാമോർഫിക് റോക്സ്. ഇത് 3 എണ്ണമാണ് നമ്മുടെ ടൈപ്സ് ഓഫ് റോക്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ ദ നെക്സ്റ്റ് പോർഷൻ ആണ് വെതറിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ റോക്സ് എന്ത് പറ്റും, ഡിസിൻറ്റഗ്രേറ്റഡ് ആകും. കുറേ നാളെടുത്തിട്ട് അതെന്താണ്, പൊടിഞ്ഞു പോകും. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, വെതറിംഗ്. എന്താണ് അപ്പോൾ വെതറിംഗ്? ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിംഗ്. ആൻഡ് ഓൾസോ വെതറിംഗ് ആസ് 3 types. ഏതൊക്കെ 3 types? ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ, അതാണ് ഫസ്റ്റ് ടൈപ്പ്. ദെൻ കെമിക്കൽ ഉണ്ട്. ദെൻ തേർഡ് വൺ ബയോളജിക്കൽ വെതറിംഗും ഉണ്ട്. ഇത് 3ഉം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്ററിൽ വരുന്ന മെയിൻ പോർഷനാണ് സോയിൽ. എന്താണ് സോയിൽ? നമുക്കറിയാം സോയിൽ എന്ന് പറയുന്നത് ഒരുപാട് നാളെടുത്തിട്ടാണ്, ഒരു തിക്നെസ് പോലെ കുറച്ച് സോയിൽ പോലും നമുക്ക് ഫോം ചെയ്യുന്നത് കുറേ നാളെടുത്തിട്ടാണ്. സോ ദാറ്റ് ഈസ് വെരി പ്രഷ്യസ്. നോക്കാം, മോർ ദാൻ 1000 years ഈസ് റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ആൻ ഇഞ്ച് തിക്ക് ലെയർ ഓഫ് സോയിൽ. 1 ഇഞ്ച് ലെയർ ഫോം ചെയ്യുന്നെങ്കിൽ എത്ര എടുക്കണം? മോർ ദാൻ 1000 years. അത്രയും നാളെടുത്തിട്ടാണ് സോയിൽ നമുക്ക് ഫോം ചെയ്യുന്നത്. സോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോയിൽ ഫോർമേഷൻ, ഇതും കഴിഞ്ഞ ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സോയിൽ ഫോർമേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? ക്ലൈമറ്റ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ക്ലൈമറ്റിൻ്റെ ബേസിസിലായിരിക്കും എന്ത്, സോയിൽ ഫോം ചെയ്യുക. കുറേ നാളെടുത്തിട്ടാണ്. സോ ക്ലൈമറ്റ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ദെൻ നെക്സ്റ്റ് ആണ് എന്താണ്, ടോപ്പോഗ്രഫി. നമുക്കറിയാം ഒരുപാട് ടൈപ്സ് ഓഫ് സോയിൽസ് ഉണ്ട്. എല്ലാ സ്ഥലത്തും ഒരേ സോയിൽ ആയിരിക്കുമോ? അല്ല. അപ്പം ടോപ്പോഗ്രഫിയും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ദെൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസും ഒരു മേജർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടൈം, നമ്മൾ പറഞ്ഞു കുറേ നാളെടുത്തിട്ടാണ് സോയിൽ ഫോം ചെയ്യുന്നത്. സോ ടൈമും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുപോലെ പാരന്റ് റോക്കും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ ദീസ് ആർ ദ 5 factors ഇൻഫ്ലുവൻസിങ് ദ ഫോർമേഷൻ ഓഫ് സോയിൽ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കാം. ദെൻ ഇതാണ് ഇനി നമുക്ക് അവിടെ ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എങ്ങനെയാണ് നമ്മൾ സോയിലിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് സോയിൽ എങ്ങനെയാണ്, ഹൗ ടു കൺസേർവ് ദ സോയിൽ, അതൊക്കെയാണ് നമുക്ക് ആ ചാപ്റ്ററിൽ വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസ് നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ഫീച്ചേഴ്സ് ഓഫ് എർത്ത്സ് ക്രസ്റ്റ്. 2019, 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മിസ് ഇവിടെ എർത്തിൻ്റെ ക്രസ്റ്റ് മാത്രമല്ല ബാക്കി പാർട്സും കൂടി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ക്രസ്റ്റ് ആണ്. എന്താണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്? ദ കമ്പാരിറ്റീവ്ലി തിൻ ഔട്ടർ ഷെൽ ഓഫ് ദ എർത്ത്. എന്താണ്? ഭയങ്കര തിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ എർത്തിൻ്റെ ഔട്ടർ ഷെല്ല് പുറമേ കാണുന്നതാണ് ഏത്, ക്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അപ്രോക്സിമേറ്റ്ലി 40 kilometer തിക്ക്. അതിൻ്റെ തിക്ക് എന്ന് പറയുന്നത് എത്രയാ? 40 kilometer ആണ് അതിൻ്റെ തിക്ക് എന്ന് പറയുന്നത്. ദെൻ ഈ ക്രസ്റ്റിന് എന്തുണ്ട്? പാർട്സ് ഉണ്ട്. 2 പാർട്സ് ഉണ്ട്. എന്ത്, ഏതിന്? ക്രസ്റ്റിന്. ഏതൊക്കെയാണ് ക്രസ്റ്റിൻ്റെ 2 പാർട്സ്? കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. ഇതാണ് ഫസ്റ്റ് പാർട്ട്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓഷ്യാനിക് ക്രസ്റ്റ്. 2 പാർട്സ് ആണ് ക്രസ്റ്റിനുള്ളത്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ഓക്കെ. ദെൻ ഇനി മിസ് പറയുന്നത് ഈ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനും ഓഷ്യാനിക് ക്രസ്റ്റിനും ഒരു പേര് പറയും. ഒന്ന് നോക്കിയേ. സിലിക്ക ആൻഡ് അലൂമിനിയ ആർ ദ ചീഫ് കണ്ടെയ്ൻസ് ദ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിയാൽ. എന്താണ്? ഈ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൽ വരുന്ന ഫാക്ടേഴ്സ് ആണ് ഇത്, അലൂമിന ആൻഡ് സിലിക്ക. ഓക്കെ. സോ ഈ സിലിക്കയുടെ ഫസ്റ്റ് 2 letters SI-യും അലൂമിനയുടെ ഫസ്റ്റ് 2 letters AL-ഉം കൂടി ചേർത്തിട്ടാണ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സിയാൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓഷ്യാനിക് ക്രസ്റ്റിനും ഉണ്ട് ഒരു പേര്. എന്താ? സിലിക്ക ആൻഡ് മഗ്നീഷ്യം ആർ ദ ചീഫ് കണ്ടെയ്ൻസ് ദ ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് കോൾഡ് സിമ. എന്താണ്? സിലിക്ക തന്നെയാണ് രണ്ടിലും മെയിനായിട്ട് കാണുന്നത്. അപ്പം സിലിക്കയുടെ SI ഉണ്ട്. ദെൻ മേളിൽ അലൂമിനിയം ആണെങ്കിൽ ഇവിടെ ഏതാ? മഗ്നീഷ്യം. സോ മഗ്നീഷ്യത്തിൻ്റെ ഫസ്റ്റ് 2 letters ആയ MA ചേർത്തിട്ട് എന്ത് പറയും?
സീമ. ഓക്കെ, സിയാ ലാൻഡ് സീമ എന്നാണ് ഓഷ്യാനിക് ക്രസ്റ്റിനെയും കോണ്ടിനെന്റൽ ക്രസ്റ്റിനെയും പറയുന്ന വേറൊരു പേരെന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ ക്രസ്റ്റിനെ കുറിച്ചിട്ട് എഴുതാനായിരുന്നു, അത് മിസ് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത 2 ലെയേഴ്സും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം. സോ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് ഈ എക്സാമിന് നമുക്ക് ചിലപ്പോൾ ഈ പാർട്സ് ആയിരിക്കാം ചോദിക്കുക, ചിലപ്പോൾ എർത്തിൻ്റെ ലെയേഴ്സ് 3ഉം എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം, അല്ല സെക്കൻഡ് വൺ നോക്കാം. മാൻഡിൽ. മാൻഡിൽ എന്ന് പറയുന്നത് എവിടെയാ? നമ്മൾ പറഞ്ഞു പുറം ഭാഗമാണ് നമ്മുടെ, ഇതിപ്പോൾ നമ്മുടെ ഒരു കേക്ക് പോർഷൻ ആണെന്ന് വിചാരിക്കുക. ഈ ഒരു കേക്കിൻ്റെ പുറം ഭാഗമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ക്രസ്റ്റ്. ദെൻ നെക്സ്റ്റ് കാണുന്ന പോർഷനാണ് നമ്മൾ ഏതെടുക്കാൻ പോകുന്നത്? മാൻഡിൽ എന്ന് പറയാൻ പോകുന്നത്. നോക്കാം, ലൊക്കേറ്റഡ് ബിനീത്ത് ദ ക്രസ്റ്റ്. എന്താണ്? ഇതാണ് ക്രസ്റ്റ് എങ്കിൽ ക്രസ്റ്റിനോട് ചേർന്നാണ് ആര് കാണുന്നത്? മാൻഡിൽ കാണുന്നത്. ദെൻ എക്സ്റ്റെൻസ് അപ് ടു 2900 കിലോമീറ്റർ ഫ്രം ദ ക്രസ്റ്റ്. മിസ് ഇവിടെ വരയ്ക്കാം. ഇതാണ് ഇപ്പം നമ്മുടെ ഒരു എർത്തിൻ്റെ പോർഷൻ എന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പം മിസ് പറഞ്ഞ ക്രസ്റ്റ്. ദെൻ ഈ വരുന്ന പോർഷനാണ് മാൻഡിൽ, ഈ പോർഷനാണ് കോർ എന്ന് വിചാരിക്കുക. ഇതാണ് ക്രസ്റ്റ് എങ്കിൽ ക്രസ്റ്റ് മിസ് ഇപ്പോൾ പറഞ്ഞു. ദെൻ ക്രസ്റ്റിനോട് ചേർന്നായിരിക്കും അപ്പോൾ ആര് കാണുക? മാൻഡിൽ. മാൻഡിൽ എന്ന് പറയുന്നത് ക്രസ്റ്റിനോട് ചേർന്നായിരിക്കും. ദെൻ എക്സ്റ്റെൻഡ് അപ് ടു 2900 കിലോമീറ്റർ ഫ്രം ദ ക്രസ്റ്റ്. ക്രസ്റ്റ് മുതൽ 2900 കിലോമീറ്റർ വരെയാണ് മാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ 2 പാർട്സ്. ഇതിനുണ്ട് എന്ത്? 2 പാർട്സ്. ഏതാണ് 2 പാർട്സ് എന്ന് പറയുന്നത്? അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. അപ്പർ മാൻഡിലും ഉണ്ട്, ഇത് ഫുള്ളും ഇവിടെ ആയിരുന്നു വരുന്നത്. അപ്പർ മാൻഡിലും ഉണ്ട്, ലോവർ മാൻഡിലും ഉണ്ട്. ദീസ് ആർ ദ 2 ടൈപ്സ് ഓഫ് മാൻഡിൽ. ദെൻ ദ അപ്പർ മാൻഡിൽ ഈസ് ഇൻ എ സോളിഡ് സ്റ്റേറ്റ്. അപ്പർ മാൻഡിൽ ഏത് സ്റ്റേറ്റിലാണ് കാണുന്നത്? സോളിഡ് സ്റ്റേറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ലോവർ മാൻഡിൽ അപ്പർ മാൻഡിലിനോട് ചേർന്നാണ് കാണുന്നത്. നോക്കുക, ലോവർ മാൻഡിൽ ലൊക്കേറ്റഡ് ബിനീത്ത് ദി അപ്പർ മാൻഡിൽ. അപ്പർ മാൻഡിലിനോട് ചേർന്നായിരിക്കും ലോവർ മാൻഡിൽ കാണുക. ആൻഡ് ഇറ്റ് ഈസ് ഇൻ എ സെമി ലിക്വിഡ് സ്റ്റേറ്റ്. സെമി ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും ഏത് കാണാം? ലോവർ മാൻഡിൽ കാണാം. ക്ലിയർ ആയോ? അപ്പോൾ ക്രസ്റ്റിൻ്റെ താഴെയാണ് മാൻഡിൽ വരുന്നത്. അതിൻ്റെ വെയിറ്റ് പറഞ്ഞു 2900 കിലോമീറ്റർ ആണ്. 2 പാർട്സ് ഉണ്ട്, അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ. അപ്പർ മാൻഡിൽ സോളിഡ് സ്റ്റേറ്റ് ആണ്, ലോവർ മാൻഡിൽ സെമി ലിക്വിഡ് സ്റ്റേറ്റും ആണെന്നും പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. 3rd ലെയർ ആണ് ഏത്? കോർ എന്ന് പറയുന്നത്. മിസ് ഒന്നുകൂടി ഫിഗർ വരയ്ക്കുവാണ്. ഈ ഫിഗറിൽ ഇതാണ് ക്രസ്റ്റ്, ഇതാണ് മാൻഡിൽ. ദെൻ ഇപ്പം പറയാൻ പോകുന്നത് ഏതാ? കോറ്. 3rd വൺ ആണ് കോർ. ഇതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ കോർ എന്തായിരിക്കും? യെസ്, സെൻട്രൽ പാർട്ട് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ സെൻട്രൽ പാർട്ടായിരിക്കും ഏത് വരിക? കോറ് വരിക. ദെൻ ഫ്രം 2900 കിലോമീറ്റർ ടു 6375 കിലോമീറ്റർ. എന്താണ്? 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ എവിടെ മുതൽ എവിടെ വരെയാണെന്നുള്ളത് പറയുന്നത്. ഓക്കെ, അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇതിനുമുണ്ട് 2 പാർട്സ്. എന്ത്? കോറിനുമുണ്ട് 2 പാർട്സ്. വിച്ച് ആർ ദ 2 പാർട്സ്? ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ ആണ് 2 പാർട്സ് ഓഫ് ദി കോർ എന്ന് പറയുന്നത്. ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ക്ലിയർ? ദെൻ ഇതിൻ്റെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ദ മെറ്റീരിയൽസ് ഇൻ ദി ഔട്ടർ കോർ ആർ ഇൻ എ മോൾട്ടൺ സ്റ്റേറ്റ്. എന്താണ്? ഔട്ടർ കോറിലെ മെറ്റീരിയൽസ് കാണുന്നത് ഇറ്റ് ഈസ് ഇൻ എ മോൾട്ടൺ സ്റ്റേറ്റ്. മോൾട്ടൺ സ്റ്റേറ്റിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ദ ഇന്നർ കോർ ഈസ് ഇൻ എ സോളിഡ് സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇന്നർ കോർ ഏത് സ്റ്റേറ്റാ? സോളിഡ് സ്റ്റേറ്റ്. ദെൻ ഈ കോറിന് നമുക്ക് വേറൊരു പേരുണ്ട്. എന്താണ് ആ പേര്? നിഫെ. നിഫെ എന്നാണ് ഒരു പേര്. ദെൻ ആ പേര് വരാനൊരു റീസൺ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും നിഫെ എന്ന് പേരിട്ടെ? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദ മിനറൽസ്. കുറച്ച് മിനറൽസ് അതിൽ വരുന്നുണ്ട്, 2 മിനറൽസ്. ഏതൊക്കെയാ? നിക്കൽ ആൻഡ് അയൺ. നിക്കലിൻ്റെ Ni-യും എന്താണ്? അയണിൻ്റെ Fe-യും കൂടി ചേർന്നിട്ട് അതിന് നമ്മൾ പറയുന്ന പേരാണ് നിഫെ. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ കോറിനെ കുറിച്ചിട്ട് മിസ്സിന് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ആർ ഇഗ്നിയസ് റോക്സ് ഫോംഡ്? ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ ഇഗ്നിയസ് റോക്സ്. എന്താണ്? ഇഗ്നിയസ് റോക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇഗ്നിയസ് റോക്സിന് ഒരു എക്സാമ്പിളും കൂടി കൊടുക്കാം. അതാണ് ക്വസ്റ്റ്യൻ. നോക്കാം, 2019-ലും 2023-ലും കഴിഞ്ഞ എക്സാമിനും ചോദിച്ചതാണ്. കഴിഞ്ഞ ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇഗ്നിയസ് റോക്സിനെ കുറിച്ച് ആദ്യം നോക്കാം. ദെൻ അതിൻ്റെ കൂടെ നമുക്ക് ബാക്കി ടൈപ്സും കൂടി നോക്കാം.
Okay, igneous rocks എങ്ങനെ ഫോം ചെയ്യുന്നത്? It is formed by the molten rock materials rising through the fissures in the crust and solidifying either on the surface of the earth or within the crust itself. എങ്ങനെയാണ് igneous rocks ഫോം ചെയ്യുന്നത്? എങ്ങനെയാ? Molten rock materials, അതായത് ചുട്ട് പഴുത്തിട്ടുള്ള റോക്ക് മെറ്റീരിയൽസ്, ശിലാദ്രവങ്ങൾ എങ്ങോട്ട് വരും? ക്രസ്റ്റിൻ്റെ ഉള്ളിലൂടെ, ക്രസ്റ്റിൻ്റെ ഫിസസ്, ക്രസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് വരും. ദെൻ അതിനെന്ത് പറ്റും? സോൾഡിഫൈങ്. അത് തണുത്ത് പോയിട്ട് എവിടെ വെക്കും? എങ്ങോട്ട് തണുത്ത് പോകും? സോൾഡിഫൈങ് ഐദർ ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് ഓർ വിത്തിൻ ദി ക്രസ്റ്റ്. അതായത് പുറത്തേട്ട് വരുന്ന റോക്ക് മെറ്റീരിയൽസ്, ക്രസ്റ്റിലൂടെ പുറത്തേട്ട് വരുന്ന റോക്ക് മെറ്റീരിയൽസ് ഒന്നുകിൽ സർഫസ് ഓഫ് ദ എർത്ത്, എർത്തിൻ്റെ സർഫസിൽ വെച്ചോ അല്ലെങ്കിൽ ക്രസ്റ്റിൻ്റെ അകത്ത് വെച്ചോ സോൾഡിഫൈ ആകും. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഇത് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ് റൈസിങ് ത്രൂ, എങ്ങോട്ട് പൊങ്ങി വരും? ഫിസേഴ്സ് ഇൻ ദി ക്രസ്റ്റ്, ക്രസ്റ്റിലൂടെ പുറത്തേട്ട് വരും. ആൻഡ് സോൾഡിഫൈങ് എവിടെ വെച്ചിട്ട്? ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ഓർ വിത്തിൻ ദി ക്രസ്റ്റ് ഇറ്റ് സെൽഫ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ ഇഗ്നിയസ് റോക്സിന് വേറൊരു പേര് കൂടിയുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രൈമറി റോക്സ്. എന്തുകൊണ്ടായിരിക്കും? വൈ ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി റോക്സ്? പ്രൈമറി റോക്സ് എന്ന് പറയാനുള്ള റീസൺ, നെക്സ്റ്റ് 2 ടൈപ്സ് ഏതൊക്കെയാണ്? സെഡിമെൻ്ററി, മെറ്റാമോർഫിക് റോക്സും. ഇനി വരുന്ന 2 റോക്സും ഫോം ചെയ്യുന്നത് ഫ്രം ദി ഇഗ്നിയസ് റോക്സ്. ഇഗ്നിയസ് റോക്സിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി റോക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഗ്നിയസ് റോക്സിന് ഒരു എക്സാമ്പിൾ കൂടി കൊടുക്കാനാണ് ക്വസ്റ്റ്യൻ. എന്താണ് എക്സാമ്പിൾ? എന്താ? ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട്. അതിൻ്റെ പിക്ചറാണ് മിസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ബസാൾട്ട് എന്ന് പറയുന്നത് എക്സാമ്പിൾ ഫോർ ദി ഇഗ്നിയസ് റോക്സ്. മേ ബി ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ കൊടുക്കാനും ചോദിക്കാം. ഏത് രീതി ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ടാണ് മിസ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ടൈപ്പ്, സെക്കൻഡ് ടൈപ്പാണ് ഏത്? സെഡിമെൻ്ററി റോക്ക്. റോക്കിൽ നെക്സ്റ്റ് ടൈപ്പാണ് സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത്. നോക്കിയേ, റോക്സ് അണ്ടർഗോ വെതറിങ് ഇൻ കോഴ്സ് ഓഫ് ടൈം. എന്താണ് സെഡിമെൻ്ററി റോക്സ്? എങ്ങനെയാണ് വെതർ ചെയ്യുന്നത്? എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യുന്നത്? ഇൻ കോഴ്സ് ഓഫ് ടൈം. കുറേ നാളെടുത്തിട്ട് അത് പൊടിഞ്ഞു പോകും. The debris so formed will be deposited in the low regions as layers. ഇങ്ങനെ പൊടിയുന്ന ലെയേഴ്സ് അല്ല റോക്സിൻ്റെ പാർട്സ് എവിടെ വന്ന് ഡെപ്പോസിറ്റഡ് ആകും? ലോ റീജിയൻസ് താഴ്ന്ന പ്രദേശങ്ങളിൽ ലെയേഴ്സ് ആയിട്ട് ഇത് ഡെപ്പോസിറ്റഡ് ആകും. These materials gradually get lithified and transformed into sedimentary rocks. ഇങ്ങനെ ലെയേഴ്സ് ആയിട്ട് ഡെപ്പോസിറ്റഡ് ആകുന്ന റോക്സ് ആണ് എന്തായിട്ട് ഫോം ചെയ്യുന്നത്? സെഡിമെൻ്ററി റോക്സ് ആയിട്ട് ചേഞ്ച് ആവുന്നത്. ക്ലിയർ ആയോ? അതായത് റോക്സ് എന്താകും? റോക്സിന് വെതറിങ് സംഭവിക്കും. കുറേ നാളെടുത്ത് ആ റോക്സ് പൊടിഞ്ഞു പോകും. ഈ പൊടിയുന്ന റോക്സ് ലോ റീജിയൻസിൽ ലെയേഴ്സ് ആയിട്ട് ഫോം ചെയ്യും, ഓരോ തട്ടുകളായിട്ട് ഫോം ചെയ്യും. ഇങ്ങനെ ഫോം ചെയ്യുന്നത് എന്ത് പറ്റും? സെഡിമെൻ്ററി റോക്സ് ആയിട്ട് മാറും. സോ ഈ സെഡിമെൻ്ററി റോക്സിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സ്ട്രാറ്റിഫൈഡ് റോക്സ്. സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് കൂടി സെഡിമെൻ്ററി റോക്സിനെ പറയാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ ആണ് ഏത്? ഇത് ലെയേഴ്സ്. എന്താണ് സെഡിമെൻ്ററി റോക്സ് ഫോം ചെയ്യുന്നത്? എങ്ങനെയാ? ഹൗ? ലെയേഴ്സ് ആയിട്ടാണ് അത് ഫോം ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്ട്രാറ്റിഫൈഡ് റോക്സ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ സാൻഡ് സ്റ്റോൺ ആൻഡ് ലൈം സ്റ്റോൺ. ഇത് രണ്ടുമാണ് സെഡിമെൻ്ററി റോക്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ദ തേർഡ് റോക്ക് ഇസ് മെറ്റാമോർഫിക് റോക്സ്. എന്താണ് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, മെറ്റാമോർഫിക് റോക്സിൻ്റെ ഒരു എക്സാമ്പിളാണ് മിസ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മാർബിൾ ഒരു എക്സാമ്പിൾ ആണ്. സോ നോക്കാം എങ്ങനെയാണ് മെറ്റാമോർഫിക് റോക്സ് ഉണ്ടാകുന്നത്. വെൻ റോക്സ് അണ്ടർഗോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ മെറ്റാമോർഫിക് റോക്സ് ആർ ഫോംഡ്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിലൂടെ ഫോം ചെയ്യുന്നതാണ് മെറ്റാമോർഫിക് റോക്സ്. ഇനി ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് എങ്ങനെ വരുന്നതാ? ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഹൈ ടെമ്പറേച്ചറും പ്രഷറും കാരണം ഉണ്ടാകുന്ന ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചിലൂടെ ഫോം ചെയ്യുന്നതാണ് ഏത് റോക്സ്? മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ദ എക്സാമ്പിൾസ് മാർബിൾ ആൻഡ് സ്ലേറ്റ്. ദെൻ ഇവിടെ പറയുന്നുണ്ട് ഏറ്റവും പ്രൊമിനൻറ്റ് ഇൻ കേരള. കേരളയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റോക്സ് ആണ് ഏത്? മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. മറക്കരുത്, മെറ്റാമോർഫിക് റോക്സ് ആണ് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. ആൻഡ് എക്സാമ്പിൾസ് മാർബിൾ ആൻഡ് സ്ലേറ്റ്. സോ 3 റോക്സ് നമ്മൾ പറഞ്ഞു. ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ്, മെറ്റാമോർഫിക് റോക്സ്.
ഓക്കെ, എക്സാമ്പിൾ ചോദിച്ചാൽ എഴുതാലോ അപ്പോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കഴിഞ്ഞ ഇയറിൽ ചോദിച്ചതാണ് വാട്ടേഴ്സ് വെതറിംഗ്, നെയിം എനി 2 ടൈപ്സ് ഓഫ് വെതറിംഗ്. എന്താണ് വെതറിംഗ്? ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് റോക്സ് ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ്. വെതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്സ് ഡീകമ്പോസിറ്റ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? വെതറിംഗ് എന്ന് പറയുക. അത് മിസ് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ നെയിം എനി 2 ടൈപ്സ് ഓഫ് വെതറിംഗ്. വെതറിങ്ങിൻ്റെ ടൈപ്സസ് 3 ടൈപ്സ് ഉണ്ടെന്ന് മിസ് പറഞ്ഞത് 3 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 ടൈപ്സ് ആണ്. നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ്. ഫിസിക്കലി അല്ലെങ്കിൽ മെക്കാനിക്കലി എങ്ങനെയാണ് വെതറിംഗ് സംഭവിക്കുക? ഓക്കെ, ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മിനറൽസ് ഡ്യൂ ടു ദി വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ റിസൾട്ട്സ് ഇൻ വെതറിംഗ്. എന്താണ്? നമ്മുടെ ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻ കാരണം എന്ത് പറ്റും? ഈ മിനറൽസ് എക്സ്പാൻഡ് ആകാനും കോൺട്രാക്ഷൻ സംഭവിക്കുകയും ചെയ്യും. ചിലപ്പോൾ അകന്നു പോകാൻ, ചിലപ്പോൾ ചേർന്ന് വരിക. എന്തിൻ്റെ വേരിയേഷൻസ് കാരണം? ഡ്യൂ ടു ദ വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിലെ വേരിയേഷൻ കാരണമാണ് ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുക. അങ്ങനെ നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഫിസിക്കൽ വെതറിംഗ് നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ ഇപ്പം കോൺട്രാക്ഷനും എക്സ്പാൻഷനും നടന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡിസ്ഇൻറ്റഗ്രേഷൻ ഓൾസോ ഓക്വർ ഡ്യൂ ടു ദി ഫ്രീസിങ് ഓഫ് വാട്ടർ ഇൻ ദ ഫിസേഴ്സ് ഓഫ് റോക്സ്. ഇപ്പം എക്സ്പാൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? വിള്ളലുകൾ വരും. സോ അവിടെ വാട്ടർ എന്താകും? ഫ്രീസ് ആകും. അങ്ങനെയാണ് എന്ത് പറ്റുക? ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ് സംഭവിക്കുക. ആൻഡ് ഹിയർ ദ നെക്സ്റ്റ് വൺ, കെമിക്കൽ വെതറിംഗ്. കെമിക്കൽ വെതറിംഗ് എന്തായിരിക്കും? അവിടെ കുറച്ച് കെമിക്കൽ ഫോർമേഷൻസ് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, water, etc. reacted with the minerals and result in the chemical decomposition of rocks. എന്തൊക്കെയാണ് കെമിക്കൽ റിയാക്ഷൻസ് നടത്തുന്നത്? ആരൊക്കെയാ? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. ഇവർ 3 പേരും കൂടി റിയാക്ട് ചെയ്യും മിനറൽസ് ആയിട്ട്. വിത്ത് മിനറൽസ് ആയിട്ട് അവർ റിയാക്ട് ചെയ്തിട്ട് അങ്ങനെ വരുന്നതാണ് എന്ത്? കെമിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുന്നത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എക്സെട്ര റിയാക്റ്റഡ് വിത്ത് ദി മിനറൽസ് ആയിട്ട് അവർ റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് കെമിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ തേർഡ് വൺ, ബയോളജിക്കൽ വെതറിംഗ്. എന്താണ് ബയോളജിക്കൽ വെതറിംഗ്? ദ പ്ലാന്റ് റൂട്ട്സ് പെനിട്രേറ്റിംഗ് ഇൻ ടു ദി ഫിസേഴ്സ് ഇൻ റോക്സ്, burrowing of the animals and the decomposition of plants and animal remains lead to weathering. എങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്? നമുക്കറിയാം ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ റൂട്ട്സ് കല്ലിൻ്റെ അടിയിലേക്കൊക്കെ പോകുന്നത് കണ്ടിട്ടില്ലേ? സോ അങ്ങനെയും പിന്നെന്താണ്, ചില മൃഗങ്ങളൊക്കെ താമസിക്കുന്നതും ഈ കല്ലിൻ്റെ അല്ലെങ്കിൽ ഗുഹകളുടെയൊക്കെ അടിയിലായിരിക്കും. സോ അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് റിമൈൻസ്, ആനിമൽസിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെയൊക്കെ ഡീകമ്പോസിഷൻ വഴിയൊക്കെ ഫോം ചെയ്യുന്നതാണ് ഇത് ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് 3 വെതറിങ്ങിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഓക്കെ, കൺസർവേഷൻ ഓഫ് സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ സസ്റ്റനൻസ് ഓഫ് ലൈഫ്. എലൂസിഡേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. കഴിഞ്ഞ ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണ്? ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. എങ്ങനെയാണ് സോയിൽ നമുക്ക് എങ്ങനെ കൺസർവ് ചെയ്യും? അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, കൺസർവേഷൻ ഓഫ് സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. നമുക്ക് ലൈഫ് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സോയിൽ കൺസർവ് ചെയ്യേണ്ടത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മളിവിടെ എന്ത് എഴുതണം? ഹൗ ടു കൺസർവ് ദ സോയിൽ. സോയിൽ എങ്ങനെ നമുക്ക് കൺസർവ് ചെയ്യാൻ പറ്റും? അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. എങ്ങനെയൊക്കെ കൺസർവ് ചെയ്യാം? ചെക്ക് ഡീഫോറസ്റ്റേഷൻ. എന്താണ്? ഡീഫോറസ്റ്റേഷൻ നിർത്തുക. ദെൻ ക്രോപ്പ് റൊട്ടേഷൻ. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുക. അതാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ തേർഡ് വൺ, ടെറസ് ഫാമിംഗ് എലോങ് ഹിൽ സ്ലോപ്സ്. അതായത് കുന്നിൻ ചെരുവുകളിലൊക്കെ എന്താണ്? തട്ടായിട്ട് കൃഷി ചെയ്യുക, ടെറസ് ഫാമിംഗ് ചെയ്യുക. നമ്മളിപ്പം മൂന്നാർ ഭാഗത്തൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ എന്താണ്? ടെറസ് ഫാമിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കുക, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്. എന്താണ്? ചെക്ക് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോയിൽ അവിടെ നിർത്താൻ പറ്റും. സോ ഫോർത്ത് വൺ നോക്കുക, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്. ലാസ്റ്റ് വൺ, സയൻറ്റിഫിക് ലാൻഡ് യൂസ്. എന്താണ്? ലാൻഡ്സ് നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് യൂസ് ചെയ്യുക. നമുക്കറിയാം ഇപ്പം അൺസയൻറ്റിഫിക് ആയിട്ട് കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തുന്നവരുണ്ട്. സോ അതെന്താവും? നമ്മുടെ സോയിലിന് ഡിപ്ലീഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ സയൻറ്റിഫിക് ആയിട്ട് ലാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യുക. ദീസ് ആർ ദ പോയിൻറ്റ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ,
ഹൗ സോയിൽ ഗെറ്റ് ഡിപ്ലീറ്റഡ്, എങ്ങനെയാണ് സോയിൽ നമുക്ക് നശിച്ചു പോവുക, എങ്ങനെയാണ് നമുക്ക് സോയിൽ ഡിപ്ലീഷൻ ഉണ്ടാകുക, എങ്ങനെയൊക്കെ ആയിരിക്കും? നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് ഓർ സോയിൽ പൊല്യൂഷൻ. നമ്മൾ എന്താണ് ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ നേരെ ഡയറക്റ്റ് എങ്ങനെ അറിയും? സോയിലിലേക്ക് അറിയും. സോ അത് സോയിൽ പൊല്യൂഷൻ ഒരു മെയിൻ റീസൺ ആണ്. ദെൻ ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. എന്താണ്? നമ്മൾ പെട്ടെന്ന് ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതും നമ്മുടെ സോയിലിൻ്റെ സ്ട്രക്ചറിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ദെൻ അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ആൻഡ് ക്വാറിങ്. എന്താണ്? കൺസ്ട്രക്ഷൻസ് ഒക്കെ, അതായത് അൺസയൻറ്റിഫിക് രീതിയിലൊക്കെ കൺസ്ട്രക്ഷൻസ് നടത്തുന്നവരുണ്ട്. സോ അതും ക്വാറിങ് ഒക്കെ ഇതിനൊരു റീസൺ ആണ്. ആൻഡ് യൂസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസ്. എന്താണ്? അഗ്രികൾച്ചറിന് യൂസ് ചെയ്യേണ്ട ലാൻഡ്സ് ഒക്കെ എന്തിനു യൂസ് ചെയ്യാറുണ്ട്? അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക്, അഗ്രികൾച്ചറിൻ്റെ പർപ്പസിനല്ലാതെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഡ്രെയിനിങ് വേസ്റ്റ് വാട്ടർ ഇൻ ടു സോയിൽ ഓൺ എ ലാർജ് സ്കെയിൽ. എന്താണ് വേസ്റ്റ് വാട്ടർ? ഇപ്പോൾ നമ്മുടെ ഫാക്ടറീസിൽ നിന്ന് വരുന്നതാണെങ്കിലും നമ്മുടെ ഓരോ ഹൗസിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ ആണെങ്കിലും ഡയറക്റ്റ് നമ്മൾ എങ്ങോട്ടാണ് വിടുക? സോയിലിലേക്കാണ് വിടുക. സോ അതും നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റീനെ അഫക്റ്റ് ചെയ്യും. ദെൻ ഓവർ ഗ്രേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് കന്നുകാലികളെ മേയ്ക്കുന്നത്. സോ ഓവർ ഗ്രേസിങ്ങും ഒരു സോയിൽ ഡിപ്ലീഷൻ്റെ മെയിൻ റീസൺ ആണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ. ലിത്തോസ്ഫിയറും അസ്തനോസ്ഫിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇത് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതും ചോദിക്കാറുണ്ട്. നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ലിത്തോസ്ഫിയർ എന്താണെന്ന് നോക്കാം, അസ്തനോസ്ഫിയർ എന്താണെന്ന് നോക്കാം. ദ ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ പാർട്ട് ഓഫ് ദ മാൻഡിൽ ടുഗദർ ആർ നോൺ ആസ് ലിത്തോസ്ഫിയർ. നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ എർത്തിൻ്റെ മേൽ പോർഷനാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്രസ്റ്റും മാൻഡിലിൻ്റെ അപ്പർ പോർഷനും കൂടി ചേർന്നതാണ് എന്ത്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അസ്തനോസ്ഫിയർ എന്താണ്? ദ പാർട്ട് ബിനീത്ത് ദ ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിനോട് ചേർന്ന് കാണുന്ന പാർട്ടാണ്. ദെൻ വേർ ദ മെറ്റീരിയൽ എക്സിസ്റ്റ് ഇൻ എ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ്. പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ് ആയിരിക്കും, മൊത്തം മോൾട്ടൺ സ്റ്റേറ്റ് അല്ല, കുറച്ച് മാത്രം മോൾട്ടൺ സ്റ്റേറ്റിൽ കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അസ്തനോസ്ഫിയർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ക്രസ്റ്റും മാൻഡിലിൻ്റെ അപ്പർ പോർഷനും കൂടി ചേർന്നതാണ്. അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ലിത്തോസ്ഫിയറിനോട് ചേർന്ന് കാണുന്ന പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഗെറ്റ് ഇൻഫോർമേഷൻ ഓൺ ദ എർത്ത്സ് ഇൻറ്റീരിയർ. നമ്മൾ പറഞ്ഞു എർത്തിൻ്റെ ഇൻറ്റീരിയർ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. സോ എങ്ങനെയാണ് ഈ ഇൻറ്റീരിയറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുക? എർത്തിൻ്റെ അകത്ത് ഇങ്ങനെ ലെയേഴ്സ് ഉണ്ട്, ഇതൊക്കെയാണ് ലെയേഴ്സ്, ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ള ഇൻഫോർമേഷൻസ് ഹൗ വി ഗെറ്റ്, എങ്ങനെയാണ് നമുക്ക് കിട്ടുക? എങ്ങനെയൊക്കെയാ? ഫ്രം ദ മെറ്റീരിയൽസ് റീച്ചിങ് ദ എർത്ത് സർഫസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ. വോൾക്കാനിക് ഇറപ്ഷനിലൂടെ പുറത്ത്, അതായത് എർത്തിൻ്റെ സർഫസസിൽ വരുന്ന മെറ്റീരിയൽസിലൂടെ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ആൻഡ് ഡാറ്റ കളക്റ്റഡ് ഫ്രം മൈൻസിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ്. ആൻഡ് ത്രൂ എർത്ത് ക്വിക്കിലൂടെ നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസിലൂടെ നമുക്ക് എന്ത് കിട്ടും? എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും. സോ ദീസ് ആർ ദ സോഴ്സസ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതോടെ നമ്മുടെ ചാപ്റ്റർ 3 കഴിഞ്ഞു. ചാപ്റ്റർ 3 നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? എർത്തിൻ്റെ 3 ലെയേഴ്സ് പഠിച്ചു, ദെൻ റോക്സിൻ്റെ ടൈപ്സ് പഠിച്ചു, വെതറിങ്ങിൻ്റെ ടൈപ്സ് പഠിച്ചു, സോയിലിൻ്റെ ഫോർമേഷൻ്റെ ഫാക്ടേഴ്സ് പഠിച്ചു, ദെൻ ഹൗ ടു കൺസേർവ് ദ സോയിൽ, ദെൻ ഹൗ ടു ഡിപ്ലീറ്റ്. ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കുക. 4th ചാപ്റ്റർ ആണ് അവർ ഗവൺമെൻറ്. ഈ ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ എക്സാം പോർഷൻസ് കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ജുഡീഷ്യറി. ദീസ് ആർ ദ 3 മെയിൻ ഓർഗൻസ് ഓഫ് ദി ഗവൺമെൻറ്. ആൻഡ് എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ്? ലെജിസ്ലേച്ചറിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താ? മേക്സ് ലോ. എന്താണ്? ലോ മേക്ക് ചെയ്യുക, ലോ ഉണ്ടാക്കുക. ദെൻ എക്സിക്യൂട്ടീവ് അത് എന്ത് ചെയ്യും? ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ദ ഡ്യൂട്ടി ഓഫ് ജുഡീഷ്യറി? ജുഡീഷ്യറി എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ഇൻ്റർപ്രറ്റിംഗ്. അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുക. ചിലപ്പോൾ അത് മോശമായിട്ടൊക്കെ കിട്ടിയവരുണ്ടാകാം. അതൊക്കെ എന്താണ്? ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ജുഡീഷ്യറിയാണ്. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് ദി പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് പാർലമെൻറ്റ്. എന്താണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്? എന്താ? നമ്മുടെ ഇന്ത്യയുടെ ലെജിസ്ലേച്ചറിനെയാണ് നമ്മൾ പാർലമെൻറ്റ് എന്ന് പറയുക. അപ്പം പാർലമെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്തായിരിക്കും? ലെജിസ്ലേഷൻ.
ലെജിസ്ലേഷൻ ആണ് പാർലമെൻറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്ട്രക്ചർ ഓഫ് ദി ജുഡീഷ്യറി. എക്സിക്യൂട്ടീവ് നമുക്കറിയാം എന്താണ്, ലോ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ദെൻ അതിലെന്താണ്, അതിൽ വരുന്നതാണ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് എന്ന് പറയുന്നത്, പ്രൈം മിനിസ്റ്റർ ഒക്കെ വരുന്നത് എക്സിക്യൂട്ടീവിലാണ്. അത് നമുക്ക് പഠിക്കാം. ദെൻ അതിന് മുൻപ് നോക്കുക സ്ട്രക്ചർ ഓഫ് ദ ജുഡീഷ്യറി. ജുഡീഷ്യറിക്ക് കുറച്ച് സ്ട്രക്ചർ ഉണ്ട്. എങ്ങനെയാണ്, അതിൻ്റെ ടോപ്പിൽ വരുന്നതാണ് ആര്, സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ജുഡീഷ്യറിയുടെ ഏറ്റവും ടോപ്പിൽ വരുന്ന അപ്പെക്സ് കോർട്ടാണ് ആര്, സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് തൊട്ട് താഴെ വരുന്നതാണ് ആര്, ഹൈക്കോർട്ട്. ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ അതിൻ്റെ തൊട്ട് താഴെയാണ് ഡിസ്ട്രിക്ട് കോർട്ട് വരിക. ആൻഡ് ഏറ്റവും താഴെയാണ് സബ് കോർട്ട്സ്, മുൻസിഫ് കോർട്ട്സ് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്ട്സ് ഒക്കെ വരിക. ക്ലിയർ അല്ലേ? ഇതാണ് സ്ട്രക്ചർ ഓഫ് ദ ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഇതാണ് ആ ചാപ്റ്ററിൽ മെയിനായിട്ട്, നമുക്കറിയാം ചാപ്റ്ററിൽ കുറച്ച് കണ്ടൻറ്റേ ഉള്ളൂ. മെയിനായിട്ട് 3 ഓർഗൻസ് പഠിക്കുക, അതിൽ വരുന്ന പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്ററിൻ്റെ ഒക്കെ കുറച്ച് ഡ്യൂട്ടീസ്, അത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, റൈറ്റ് ഇനി 3 ഫീച്ചേഴ്സ് ഓഫ് ദി രാജ്യസഭ. അത് കഴിഞ്ഞ ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. രാജ്യസഭയുടെ ഏതെങ്കിലും 3 ഫീച്ചേഴ്സ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഫീച്ചേഴ്സ് നോക്കിയേ. ഫസ്റ്റ് വൺ, 238 എലക്റ്റഡ് മെമ്പേഴ്സ്. എലക്ട് ചെയ്യുന്ന മെമ്പേഴ്സും ഉണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട് രാജ്യസഭയിലും ലോക്സഭയിലും. സോ രാജ്യസഭയിൽ എലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 238. അങ്ങനെയാണെങ്കിൽ എത്ര മെമ്പേഴ്സാണ് നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്? 12. അപ്പോൾ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാ? 250 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 238 എലക്റ്റഡ് ആണ്. ആൻഡ് റിമൈനിങ് 12 എന്ന് പറയുന്നത് നോമിനേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സാണ്. ദെൻ പെർമനന്റ് ഹൗസ് ആണ് രാജ്യസഭ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പെർമനന്റ് ഹൗസ്. പിന്നെന്താണ് നമുക്കറിയാവുന്ന, രാജ്യസഭ എന്ന് പറയുന്നത് അപ്പർ ഹൗസ് ആണ്. രാജ്യസഭ എന്ന് പറയുന്നത് അപ്പർ ഹൗസ് ആണ്. ദെൻ വൈസ് പ്രസിഡന്റ് പ്രിസൈഡ്സ് ഓവർ ദ സെഷൻസ്. രാജ്യസഭയിലെ സെഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. ഇതാണ് രാജ്യസഭയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും ഒരു 2-3 എണ്ണം കമ്പൽസറി ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ലോക്സഭയുടെയും കൂടി ഒന്ന് നോക്കിയാലോ. ലോക്സഭയിൽ എത്ര എലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്? 543 ഡയറക്ട്ലി എലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. ഡയറക്ട്ലി അവർ എലക്ട് ചെയ്യും. ദെൻ 2 നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണുള്ളത്. ടോട്ടൽ 545 മെമ്പേഴ്സ് ആണുള്ളത്. അതിൽ 543 ഡയറക്ട്ലി എലക്റ്റഡും 2 മെമ്പേഴ്സ് നോമിനേറ്റഡ് മെമ്പേഴ്സും ആയിരിക്കും. ദെൻ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. എന്താണ്? റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഹൗസ് ആണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? 543 മെമ്പേഴ്സും എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത്? എലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. എലക്ഷനിലൂടെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. സോ ദെൻ നെക്സ്റ്റ് വൺ ആണ് എലക്റ്റഡ് ഫോർ എ ടേം ഓഫ് 5 ഇയേഴ്സ്. രാജ്യസഭ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പെർമനൻ്റ് ആണ്. ബട്ട് ലോക്സഭ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പെർമനൻറ്റ്. എന്താണ് അത്? ഫോർ 5 ഇയേഴ്സിലേക്കാണ് അവിടുത്തെ മെമ്പേഴ്സിനെ നമ്മൾ എലക്ട് ചെയ്യുന്നത്. ദെൻ പ്രിസൈഡ്സ് ഓവർ ബൈ ദ സ്പീക്കർ. ലോക്സഭയുടെ സെക്ഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാ? സ്പീക്കർ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫറൻഷിയേറ്റ് ബൈക്യാമറൽ ആൻഡ് യൂണിക്യാമറൽ ലെജിസ്ലേച്ചർ. ബൈക്യാമറലും യൂണിക്യാമറലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കിയേ. ബൈക്യാമറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലെജിസ്ലേച്ചറിന് 2 ഹൗസസ് ഉണ്ടെന്ന് പറഞ്ഞു. വെച്ചാൽ അത് 2 ഹൗസസ് രാജ്യസഭ ആൻഡ് ലോക്സഭ. ലെജിസ്ലേച്ചറിന് 2 ഹൗസസ് ഉണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ലെജിസ്ലേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? ബൈക്യാമറൽ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ യൂണിക്യാമറൽ എന്തായിരിക്കും? ലെജിസ്ലേച്ചറിന് 1 ഹൗസേ ഉണ്ടാകുള്ളൂ. നോക്കാം, എ ലെജിസ്ലേച്ചർ വിത്ത് 2 ഹൗസസ് രാജ്യസഭ ആൻഡ് ലോക്സഭ ഈസ് നോൺ ആസ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. അങ്ങനെയാണെങ്കിൽ യൂണിക്യാമറൽ എന്താ? ദ ലെജിസ്ലേച്ചർ ഹാസ് ഓൺലി 1 ഹൗസ്. ഓൺലി 1 ഹൗസ് ഉള്ളതാണ് യൂണിക്യാമറൽ എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് നോക്കാം, ബിൽ ആൻഡ് മണി ബിൽ. എന്താണ് ബില്ലും മണി ബില്ലും തമ്മിലുള്ള ഡിഫറൻസ്? ഈ ബില്ലെന്ന് ഉദ്ദേശിക്കുന്നത് ഓർഡിനറി ബില്ലെന്നും പറയാം. ഓർഡിനറി ബില്ലെന്നും അതിനെ പറയാം. നോക്കാം, ബില്ലെന്ന് പറഞ്ഞാൽ എന്താ? എ ലോ ഇൻ ഡ്രാഫ്റ്റ് ഫോം ഈസ് നോൺ ആസ് എ ബിൽ. ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടപ്പിലാക്കേണ്ട ഒരു ലോ, അതിനെ നമ്മൾ ഡ്രാഫ്റ്റ് രൂപത്തിലാക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബില്ലെന്ന് പറയാം. ദെൻ ഈ ഓർഡിനറി ബില്ലെന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഇൻ ഐദർ ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ 2 ഹൗസസിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇന്ന ഹൗസിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. ബട്ട് മണി ബില്ലിൽ അങ്ങനെയല്ല. നോക്കാം, എനി ബിൽ റിലേറ്റിംഗ് ടു ദ കളക്ഷൻ ഓഫ് റവന്യൂ. നമുക്കറിയാം മണി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബില്ലാണ് എന്ത്? മണി ബിൽ എന്ന് പറയുന്നത്. സോ എനി ബിൽ റിലേറ്റഡ് ടു ദി കളക്ഷൻ ഓഫ് റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറും റവന്യൂവും തമ്മിൽ
കണക്റ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബിൽ റിലേറ്റിംഗ് ടു ദി മണി എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മണി ബിൽ എന്ന് പറയാം. ആൻഡ് അതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദി ലോക്സഭ. എന്താണ്, ലെജിസ്ലേച്ചറിൽ ലോക്സഭയിൽ വേണം മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബില്ല് എന്താണ്, നമുക്ക് ഏത് ഇതിൽ വേണമെങ്കിലും ഏത് സഭയിൽ വേണമെങ്കിലും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബട്ട് മണി ബിൽ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് ലോക്സഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതർ ഫങ്ഷൻസ് ഓഫ് ദി പാർലമെൻറ്റ്. ഇതും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അതർ ഫങ്ഷൻസ് ഓഫ് ദി പാർലമെൻറ്റ്. എന്താണ് അതർ ഫങ്ഷൻസ് ഓഫ് ദി പാർലമെൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞതാണ് പാർലമെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ ആണ്. ദെൻ അതർ ഫങ്ഷൻസ് ആണ് എന്ത്, കൺട്രോൾ ഓവർ ദി എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുക, അതും ഒരു ഫങ്ഷനാണ്. ദെൻ ഇലക്ട്രൽ ഫങ്ഷൻ ഉണ്ട്. എന്താണ് ഇലക്ട്രൽ ഫങ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെയൊക്കെ ഇലക്ഷനിലൊക്കെ ആര് ഇംപ്ലിമെൻ്റ് ചെയ്യണം, ആര് എൻഗേജ്ഡ് ആവണം, പാർലമെൻറ്റിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് അതിലുണ്ടാകണം. ദെൻ തേർഡ് വൺ ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആഡ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ അമെൻമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുക. സോ ദീസ് ആർ ദ 3 ഫങ്ഷൻസ് ഓഫ് ദി പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ അതർ ഫങ്ഷൻസിൽ ഈ 3 വരും. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദി പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ഫങ്ഷൻസ് എന്താണ്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മെയിൻ ക്വസ്റ്റ്യൻ ആണ്, ഇതെന്തായാലും പഠിച്ചു വെക്കുക. ദ പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്. നമുക്കറിയാം ആര് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹെഡാണ്. സോ ഹീസ് എലക്റ്റഡ് ബൈ ആൻ ഇലക്ട്രൽ കോളേജ് ഫോർ എ ടേം ഓഫ് 5 years. ഇദ്ദേഹത്തെ എലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്ത് വഴിയാണ്? ത്രൂ ഇലക്ട്രൽ കോളേജ്. ഇലക്ട്രൽ കോളേജ് വഴിയാണ് അദ്ദേഹത്തിനെ എലക്ട് ചെയ്യുന്നത്. ഈ ഇലക്ട്രൽ കോളേജിൽ കുറച്ച് മെമ്പേഴ്സ് വരും, അത് മിസ് പറഞ്ഞു തരാം. ആൻഡ് ഫോർ 5 years, 5 വർഷത്തേക്കാണ് ഇവരെ നമ്മൾ എലക്ട് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് ആണ്. ഫങ്ഷൻസ് നോക്കിയേ, അപ്പോയിന്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. പ്രസിഡന്റ് ആണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്ററിനെയും അതർ മിനിസ്റ്റേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഈ പ്രസിഡന്റ് ആണ്. ദെൻ അപ്പോയിന്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട്. നമ്മൾ പറഞ്ഞതാണ് ജുഡീഷ്യറിയുടെ അപ്പക്സ് കോർട്ടാണ് ആര്, സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. സോ ഈ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, ആരാണ്? പ്രസിഡന്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ഗീവ് അസെന്റ് ടു ബിൽസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ്. എന്താണ്, പാർലമെന്റ് ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ അത് എന്താണ് അസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് ഓക്കെ പറയുന്നത് ആരാണ്, അത് അപ്രൂവ് ചെയ്യുന്നത് ആരാണ്, ഈ പ്രസിഡന്റ് ആണ്. സോ നമുക്കറിയാം ബില്ല് പാസ് ചെയ്യുന്നത് ഫസ്റ്റ് റീഡിങ്ങും സെക്കൻഡ് റീഡിങ്ങും തേർഡ് റീഡിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് ആരുടെ കയ്യിലേക്ക് പോവുക, പ്രസിഡന്റിന്റെ കയ്യിലേക്ക് പോവുക. സോ അത് പാസ് ചെയ്യുന്നത് ആരാണ്, അപ്രൂവൽ കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ്. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ഡ്യൂട്ടി. ദെൻ നെക്സ്റ്റ് വൺ, ഡിക്ലെയർ എമർജൻസി ഇൻ ദി കൺട്രി ഇഫ് നീഡഡ്. എന്താണ്, കൺട്രിക്ക് എന്താണ് എമർജൻസി വേണമെന്നുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്, പ്രസിഡന്റിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ അല്ലേ? ഇതിലൊരു 2-3 എന്തായാലും പഠിച്ചു വെക്കുക. ദെൻ ഫങ്ഷൻസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിന്റെ ഫങ്ഷൻസ്, ഈ പ്രൈം മിനിസ്റ്റർ ഒക്കെ വരുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവിലാണ്. നോക്കാം, പ്രൈം മിനിസ്റ്ററിന്റെ ഫങ്ഷൻസ് നോക്കാം. ആക്ട് ആസ് ദ ലീഡർ ഓഫ് ദി ലോക്സഭ. എന്താണ്, ലോക്സഭയുടെ ലീഡറാണ്. ദെൻ പ്രിസൈഡ്സ് ഓവർ ദ മീറ്റിംഗ് ഓഫ് ദി ക്യാബിനറ്റ്. ക്യാബിനറ്റിന്റെ മീറ്റിംഗ് ഒക്കെ പ്രിസൈഡ്സ് ചെയ്യുന്നത്, അതൊക്കെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്, ഈ പ്രൈം മിനിസ്റ്റർ ആണ്. ദെൻ കോർഡിനേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഫങ്ഷൻസും കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ പ്രൈം മിനിസ്റ്റർ ആണ്. ദെൻ ഇൻഫോംസ് ദ പ്രസിഡന്റ് ഓഫ് ദ ഡിസിഷൻസ് ടേക്കൺ ബൈ ദി ക്യാബിനറ്റ്. എന്താണ്, ക്യാബിനറ്റ് എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ ആരറിയിക്കുന്നത്, പ്രസിഡന്റിനെ ഇൻഫോം ചെയ്യിക്കുന്നതും ആരാണ്, ഈ പ്രൈം മിനിസ്റ്റർ ആണ്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. എന്തൊക്കെയാണ് പറഞ്ഞത്, ലീഡർ ഓഫ് ദി ലോക്സഭയാണ്. ദെൻ പ്രിസൈഡ്സ് ഓവർ ദ മീറ്റിംഗ് ഓഫ് ദി ക്യാബിനറ്റ്, കോർഡിനേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഇൻഫോം ദ പ്രസിഡന്റ് ഓഫ് ദ ഡിസിഷൻസ് ടേക്കൺ ബൈ ക്യാബിനറ്റ്. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, കേസസ് കൺസിഡേർഡ് ബൈ സുപ്രീം കോർട്ട്. എന്താണ് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ പറഞ്ഞു ജുഡീഷ്യറിയുടെ സ്ട്രക്ചർ നമ്മൾ കണ്ടതാണ്. അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് ആര്, സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. അപ്പം സുപ്രീം കോർട്ടിൽ എല്ലാ കേസസും എടുക്കുമോ?
ഇല്ല, കുറച്ച് ഇമ്പോർട്ടൻറ്റ് കേസസ് മാത്രമേ എടുക്കുള്ളൂ. അത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. അതിന് മുമ്പ് നമുക്ക് സുപ്രീം കോർട്ട് എന്താണെന്നൊന്ന് പറയാം. ദ സുപ്രീം കോർട്ട് ഈസ് ദ അപ്പെക്സ് കോർട്ട് ഇൻ ഇന്ത്യ. എന്താണ് ഇന്ത്യയിലെ അപ്പെക്സ് കോർട്ട്, ഏറ്റവും മുകളിലത്തെ പരമോന്നത കോടതിയാണ് ആര്? സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേറൊരു കാര്യം പഠിക്കാം. എന്താണ് മിസ് നേരത്തെ പറഞ്ഞു? ചീഫ് ജസ്റ്റിസും ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റ് ആണ്. സോ ചീഫ് ജസ്റ്റിസ് ഉണ്ട്, ജഡ്ജസും ഉണ്ട് സുപ്രീം കോർട്ടിൽ. ദെൻ ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. കേസസ് കൺസിഡേർഡ് ബൈ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിൽ കൺസിഡർ ചെയ്യുന്ന കേസസ് ഏതൊക്കെയാണ്? ഏതൊക്കെ കേസസ് ആയിരിക്കും സുപ്രീം കോർട്ടിൽ കൺസിഡർ ചെയ്യുക? നോക്കിയേ. കേസസ് റിലേറ്റിംഗ് ടു ദ വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ കഴിഞ്ഞ 7th പഠിച്ചിട്ടുള്ളതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതെന്താണ്? എല്ലാ സിറ്റിസൺസിൻ്റെ റൈറ്റ്സ് ആണ്. സോ അത് ആരെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? നമുക്ക് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ കേസസ് ദാറ്റ് അറൈസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ്, അവർ തമ്മിലുള്ള തർക്കങ്ങൾ, ആ കേസും എടുക്കുന്നത് എവിടെയാണ്? സുപ്രീം കോർട്ടിലാണ്. നെക്സ്റ്റ്, ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ്, അവർ തമ്മിലുള്ള തർക്കങ്ങളും ആ കേസസും എടുക്കുന്നത് എവിടെയാണ്? സുപ്രീം കോർട്ടിലാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, അപ്പീൽ കേസസ് ഫ്രം ഹൈക്കോർട്ട്. ഈ സുപ്രീം കോർട്ടിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് ആര്? ഹൈക്കോർട്ട് എന്ന് പറയുന്നത്. സോ ഹൈക്കോർട്ടിൽ എടുത്തിട്ട് തീരാത്ത ചില കേസസ് ഉണ്ടാകാം. ഹൈക്കോർട്ടിൽ വന്നിട്ടും നല്ലൊരു വിധി വരാത്ത കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും എങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യും? സുപ്രീം കോർട്ടിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. സോ ദീസ് ആർ ദ കേസസ് കൺസിഡേർഡ് ബൈ ദി സുപ്രീം കോർട്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പ്ലെയിൻ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് പെർമനന്റ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് നമ്മൾ പറഞ്ഞു സെക്കൻഡ് ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ് ആണ്. ദെൻ അതിൻ്റെ മെയിൻ ആയിട്ട് വരുന്നതാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. സോ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. എന്താണ്? ദ പ്രസിഡന്റ് ആൻഡ് മിനിസ്റ്റേഴ്സ് ആർ എലക്റ്റഡ് ആൻഡ് ദേ ആർ ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. ആരാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രസിഡന്റ്, മിനിസ്റ്റേഴ്സ്, ഇവരൊക്കെ എന്താണ്? എലക്ട് ചെയ്യുന്നവരാണ്. അവരെയാണ് എന്ത് പറയുക? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്തായിരിക്കും? നോക്കിയേ. ബ്യൂറോക്രാറ്റ്സ് ഓൺ ദ അതർ ഹാൻഡ് ആർ അപ്പോയിന്റഡ് ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൻ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ദേ കണ്ടിന്യൂ ഇൻ ഓഫീസ് ടിൽ റിട്ടയർമെന്റ്. ആരെ പറ്റിയാണ് പറയുന്നത്? ബ്യൂറോക്രാറ്റ്സ്. ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? അപ്പോയിന്റഡ് ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൻ ക്വാളിഫിക്കേഷൻസ്. ചില ക്വാളിഫിക്കേഷൻ്റെ ബേസിസിലാണ് ഈ ബ്യൂറോക്രാറ്റ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുക. ദെൻ എത്ര നാളത്തേക്ക്? ദേ കണ്ടിന്യൂ ഇൻ ഓഫീസ് ടിൽ ദെയർ റിട്ടയർമെൻറ്റ്. അവരുടെ റിട്ടയർമെൻറ്റ് വരെ അവരെവിടെ ഉണ്ടാകും? ഓഫീസിലുണ്ടാകും. സോ ദേ ആർ നോൺ ആസ് ദി പെർമനന്റ് എക്സിക്യൂട്ടീവ്. പെർമനന്റ് എന്ന് വെച്ചാൽ എന്താ? സ്ഥിരമാണ്. സോ അവരെന്താണ്? റിട്ടയർമെൻറ്റ് വരെ അവിടെ ഉണ്ടാകും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? സോ ദിസ് അവരുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെമ്പേഴ്സ് ഇൻ ഇലക്ട്രൽ കോളേജ്. എന്താണ്? ഇലക്ട്രൽ കോളേജിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. മെമ്പേഴ്സ് ഇൻ ഇലക്ട്രൽ കോളേജ് നമ്മൾ പറഞ്ഞതാണ്. ഈ ഇലക്ട്രൽ കോളേജ് നമ്മൾ എവിടെയാണ് പറഞ്ഞേ? പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത് ഈ ഇലക്ട്രൽ കോളേജ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ അതിൽ വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാ? എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. ലോക്സഭയിലുള്ള എലക്ട് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് ഉണ്ടാകും. എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. രാജ്യസഭയിലും നമ്മൾ പറഞ്ഞു, രാജ്യസഭയിലും എലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അവരുണ്ടാകും. ദെൻ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ എലക്റ്റഡ് മെമ്പേഴ്സും ആയിരിക്കും ഈ ഇലക്ട്രൽ കോളേജിൽ ഉണ്ടാകുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? സോ ഇതാണ് നമ്മുടെ ഫൈനൽ ചാപ്റ്റർ. ചാപ്റ്റർ 4 നമ്മൾ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ് ആണ്. 3 ഓർഗൻസ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി പറഞ്ഞു. അതിൽ നമ്മൾ പാർലമെൻറ്റിൻ്റെ അതർ ഫങ്ഷൻസ് നോക്കി, അത് മെയിനായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ എക്സിക്യൂട്ടീവിൽ നമ്മൾ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, അവരുടെ ഫങ്ഷൻസ് നോക്കി. വൈസ് പ്രസിഡൻറ്റ് ഫങ്ഷൻസ് എന്തായിരിക്കും? പ്രസിഡൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്താണോ അത് തന്നെയായിരിക്കും വൈസ് പ്രസിഡൻറ്റിൻ്റെ. എപ്പോൾ? പ്രസിഡൻറ്റിൻ്റെ ആബ്സെൻസിൽ, പ്രസിഡൻറ്റ് ഇല്ലാത്തപ്പോൾ ആ ഫങ്ഷൻസ് ചെയ്യുന്നതായിരിക്കും വൈസ് പ്രസിഡൻറ്റ്. ദെൻ നമ്മൾ നോക്കിയത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഫങ്ഷൻസ് നോക്കി. ദെൻ പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് ഒക്കെ നോക്കി, ബില്ലും മണി ബില്ലൊക്കെ നോക്കി, ജുഡീഷ്യറി നോക്കി. സോ ഇതോടെ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് മിസ് വിചാരിക്കണു. സോ
നാളെയാണ് നമ്മുടെ ലാസ്റ്റ് എക്സാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഓണം വെക്കേഷൻ ഒക്കെയാണ്. സോ ഇത് നന്നായിട്ട് പഠിക്കുക. ഇപ്പം മിസ്സ് പറഞ്ഞ കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കുക. ദെൻ 4th ചാപ്റ്റേഴ്സ് കൂടി പഠിക്കുക. ദെൻ മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്ത് വലിച്ചു വാരി എഴുതരുത്. സ്കോർ നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് 8th ക്ലാസ്സിൽ എക്സാം എഴുതുന്നവരാണ്. ആക്ടിവിറ്റി മെത്തേഡ് മാറി വന്നതാണ്. സോ നന്നായിട്ട് എഴുതുക. ദെൻ ഓൾ ദ വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ എക്സാം പോയിന്റിൻ്റെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും വക അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം ആൻഡ് താങ്ക് യു.